ഇന്ന് രാത്രിയിലും ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഞാൻ വേറൊരു വിഷയം പ്രസംഗിക്കണം എന്നാണ് ചിന്തിച്ചത്. എന്നിരുന്നാലും ഇന്നലെ വായിച്ചതിനൊന്നും പറഞ്ഞില്ല. ഈ നമ്മുടെ ആൾക്കാര് പല അഭിപ്രായക്കാരാ. അപ്പൊ അതുകൊണ്ട് ഇന്നലെ വായിച്ച വാക്യത്തിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പൊ അതിന് അടിസ്ഥാനമായിട്ട് വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവെടുത്താണല്ലോ. ബഹുമാന്യ കർത്തദാസൻ ഒന്നുകൂടെ വായിച്ച തനിക്കുള്ളവയൊക്കെ പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞു അവനെ അനുഗമിക്കുന്നു. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. വെള്ളം കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ വെള്ളോടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. മൂന്നു പത്തിൽ സ്നാനം മൂന്നരയിൻ വേല, മൂന്നു പത്തിൽ സ്നാനം മൂന്നരയിൻ വേല. മൂന്നു പത്തിൽ സ്നാനം മൂന്നരയിൻ വേല. ഇങ്ങനെ ഭൂതൽ സഞ്ചരിച്ചു നാദ പാരിൽ പലതരം വേലകൾ ചെയ്തു ഭൂതപ്പിശാചി തലേ തകർത്ത പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. പാടാൻ വയ്യ, തൊണ്ടയെല്ലാം പോയി. തന്നെ ഞങ്ങള് എല്ലാവരോടും ഒക്കുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ദൈവജനത്തിൽ നിന്ന് അല്പ സമയങ്ങൾ നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. ഇന്നലെ രാത്രി ചില കാര്യങ്ങൾ നമ്മൾ ശാന്തമായിട്ട് ചിന്തിച്ചു. എന്താണ് സുവിശേഷം? അത് യേശുക്രിസ്തുവാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാ സുവിശേഷം. മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറ്റുകയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാ, അത് നസറയനാകുന്ന യേശുക്രിസ്തു. എന്തിനായി സുവിശേഷം? ഇന്നലെ വായിച്ചതാണ്. സകല മനുഷ്യരും രക്ഷപ്പെടണം. തീത്തോസ് 2:11 മുതൽ വായിക്കുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, എല്ലാവരും രക്ഷപ്പെടാനാണ്. പൈസയൊന്നും കൊണ്ടുകൊടുക്കണ്ട. ഇവിടെ പിന്നെ സ്വോത്രകാഴ്ച എടുത്തത് അതിന്റെ ചെലവുകൾക്ക് വേണ്ടിയാണ്, സ്വർഗത്തിൽ പോകാനൊന്നുമല്ല. ഞാൻ ഈ ദൈവദാസനെ സഭയെയും അഭിനന്ദിക്കുന്നു. ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ചിലര് കണ്ടവാനം സ്വോത്രകാഴ്ച എടുക്കും, ഒരു കട്ടൻ കാപ്പി പോലും കൊടുക്കാത്തവരുണ്ട്. ഉണ്ട് എനിക്കറിയാം. വലിയ വലിയ സഭക്കാര് ചിലര് വീട് വലിച്ച് നിൽക്കുന്നിടക്കാൻ ചെല്ലും. അവനുണ്ടെ ഈ ചുണ്ട ഇങ്ങോട്ട് മാറ്റി വെച്ച് അവനും കൊടുത്തു.
അവന് നല്ല മനുഷ്യനാ, കൊടുക്കുന്നുണ്ടല്ലോ. അതുമെല്ലാം മേടിച്ച് പിന്നെ അത് ഈ എണ്ണുന്ന പുള്ളിക്കാർക്കെല്ലാം ഇതിലാ നോട്ടം. അവർക്ക് കൺവെൻഷൻ, ഈ ആനയ്ക്ക് ഉത്സവം കേമമാകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. മനസ്സിലായി കാണും. അതിന് കാളാമുട്ടനോ ശർക്കരയോ കരിമ്പിന്റെ ലോണ്ടോന്നാ. എന്നാൽ ഇവരങ്ങനല്ല. നിങ്ങളുടെ ഇന്ന് സ്തോത്ര കാഴ്ച വാങ്ങുന്നുണ്ട്, ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുന്നല്ലോ, വളരെ അഭിനന്ദിക്കുന്നു. വലിയ വലിയ സഭക്കാരല്ല ഇതൊന്ന് കണ്ടു പഠിക്കുന്നത് നല്ലതാ. ഞങ്ങള് ഹൈറേഞ്ചിലെ നമ്പർ 1 ആദ്യത്തതാ. ഞങ്ങളുടെ സഭയിൽ അമേരിക്കക്കാർ ഇത്രയുണ്ട്, പേർഷ്യക്കാർ. എന്തിനാ ഇങ്ങനെ ഈ പടലത്തലമെല്ലാം പറഞ്ഞ്? വിഭവസമൃദ്ധമായ ഭക്ഷണമല്ലെങ്കിലും വിശപ്പടങ്ങി, കത്തലടങ്ങി. എന്നാലും ഇന്നലത്തെ സാമ്പാറൊക്കെ നല്ലതായിരുന്നു കേട്ടോ. ആരാ അത് വെച്ച്? ഇന്നും കാണുമോ? നല്ലതായിരുന്നു. ഞാൻ തമാശ പറഞ്ഞതല്ല, നല്ലതാണ്. നീ പ്രാർത്ഥിച്ച് ചെയ്യുന്നതുകൊണ്ട് നല്ല രുചിയാ. നീ വീട്ടിൽ ചെയ്യുന്നത് ഈ നുണയും കൊതിയും പറഞ്ഞ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കാതെ വരുന്നത്. പ്രാഗി അലച്ചുമല്ല ചെയ്യുന്നത്. മുടിഞ്ഞ വീട്ടിൽ വന്ന് എനിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല, പടക്കല്ല, ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. അതിന് ഉപ്പും കാണുകയില്ല, എരിവും കാണുകയില്ല. തന്നെ ഇത് കഴിച്ചു വെച്ച് നേരെ ഒരു സ്ഥലത്തോട്ട് പോവുകയും ചെയ്യണം. പക്ഷെ ഇത് സ്തോത്രമൊക്കെ പറഞ്ഞ് നല്ല മനസ്സോടെ സന്തോഷത്തോടൊന്ന് ചെയ്തേ വളരെ അനുഗ്രഹമാണ്. അഭിനന്ദിക്കുന്നു സ്തോത്രം. കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് ബന്ധപ്പെട്ടല്ലേ വരുന്നവർ ഇത്രയും നേരമൊക്കെ ഇരിക്കുമ്പം ഒന്ന് ആശ്വാസത്തോടെ പോകുന്ന വളരെ നല്ലതാണ്. ആത്മീയ ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ ചിലക്ക് ഈ മേടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, നന്നായിട്ട് പിരിക്കും. സ്വത്തുങ്ങളുടെ കയ്യിരിക്കുന്ന പേഴ്സ് എടുത്താട്ടെ, മുഴുത്ത നോട്ട് എടുത്താട്ടെ, അത്യാവശ്യം മണ്ടിക്കൂലി മാത്രമേ അതുകൂടി ഇടുക എന്നേ വലിയ സന്തോഷം. നീ എല്ലാം നടന്ന് ഊപ്പാട് വന്നാലും ഉരുണ്ട് വീണ് എവിടെയും പോകാതൊന്നും ഇവർക്ക് വിഷയമല്ലെന്ന്. പക്ഷെ ഇത് വളരെ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനും ഈ തത്വത്തിൽ നിൽക്കുന്നയാളാണ്, അതുകൊണ്ടാണ് ഇത് പറയാൻ. അപ്പോൾ നമുക്ക് ആ ഭാഗം വിട്ടേക്കാം, എങ്കിലും നല്ല കാര്യം പറയണമല്ലോ. ഈയിടെ ഒരു സ്ഥലത്ത് വലിയ യോഗത്തിന് പോയി. വലിയ പുള്ളിക്കാരാ എല്ലാം ഇങ്ങനെ നിരന്നിരിക്കുക, കമ്പിയെ മുണ്ടിയിരിക്കും പോലെ. എല്ലാം വലിയ, ഒരു വെള്ളം പോലും കൊടുത്തില്ല. ആണെന്ന് അങ്ങനെയുള്ള ഈ ഗുണം പിടിക്കാത്ത ഒത്തിരി എണ്ണമുണ്ട്. ഇവനെല്ലാം വെല്ലോടത്ത് ചെന്ന് നല്ല ശരിക്ക് നിങ്ങൾക്ക് ഹൈറേഞ്ചുകാർക്കാകുമ്പോ അറിയാവില്ല ഇതെന്തോ എന്ന് ഞാൻ കാണിച്ചു തന്നാണ്. സ്തോത്രം. പൗലോസ് ഒരിക്കലൊരു പദം പറഞ്ഞു, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിലും തെളിയിച്ചു കൊടുക്കണം. ദൈവം സഹായിക്കട്ടെ. അതെ, അപ്പോൾ എന്താണ് സുവിശേഷം? അത് യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ 5 പൈസയും അരക്കാശും ഒന്നും കൊടുക്കണ്ട, മെഴുകുതിരി ഒന്നും കൊണ്ട് കൊടുക്കണ്ട, വെളിച്ചെണ്ണയും കൊടുക്കണ്ട, ഏത്തക്കൊലയും കൊടുക്കണ്ട, കരിക്കും കൊടുക്കണ്ട, അരിയും കൊടുക്കണ്ട, ചെറുപയറും വേണ്ട, വൻപയറും വേണ്ട, തുവര പരിപ്പും വേണ്ട. ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് നിന്റെ ആടും വേണ്ട, കോഴിയും വേണ്ട, മാടും വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തിന് നിന്നെ മതി. അതുകൊണ്ടാണല്ലോ മീഖ 6:8 വായിക്കുന്നത്. 6:6 മുതൽ വായിച്ചു, പെട്ടെന്ന് വായിച്ചു. മീഖ 6:6 മുതൽ പെട്ടെന്ന് വായിച്ചോ. ഇത് മുഴുവൻ തമിഴ് ബൈബിളാണോ? ആരും വായിക്കാത്ത. എന്തുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പടയുണ്ട്. എന്തോന്നും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുവന്ന് ദൈവസന്നിധിയിലെ ഒന്നുകൂടെ വാക്കി എടുത്ത് വായിച്ചേ. ഞാൻ യഹോവയുടെ സന്നിധിയിൽ 6-ാം വാക്യം ഒന്നുകൂടെ വായിക്കാൻ. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്നു. എന്തോന്നും കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്നു. സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പടയുണ്ട്. എൻട്രി അവിടെ ഉണ്ട്. ഇഞ്ഞു വന്നേ, എനിക്ക് വായിച്ചത് അവിടെ കാണും. എന്ത് ചെയ്യേ? ഇനി വാ, ഓടി വാ, ഇങ്ങോട്ട് വാ.
സമയം പോകുന്നെന്ന്. അങ്ങനെ പുള്ളിക്കാരോട് ചോദിക്കാതെ വിടുകയല്ലേ, ഓടിവാ, നീ ഓടിവാ. ഒരു കസാര ഇങ്ങോട്ട് കൊടുക്കും, ആ മൈക്കും ഇങ്ങോട്ട് കൊടുക്കും. ഭാഷ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, രണ്ട് ചടികടാന്ന് വായിച്ചു തരും, അതുകൊണ്ടാണ്. ഭാഷ പടങ്ങരുത്. അവിടോട്ട് ഇരുത്ത്, നീ കയറും. അത് കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ചടികടാന്ന് വായിച്ച് എനിക്കിതാ. ഒരു ചുമന്നവൻ മുകളേറി വിധിച്ചു കൈകാലുകൾ ഒരു ചുമന്നവൻ മുകളേറി വിധിച്ചു കൈകാലുകൾ ശരിക്കിരുമ്പ നിങ്ങൾ തറവാതിനാൽ അതു സ്മരിക്കൂട്ടിൽ വിസ്മയനീയം. ശരിക്കിരുമ്പ നിങ്ങൾ തറവാതിനാൽ അതു സ്മരിക്കൂട്ടിൽ വിസ്മയനീയം. ദൈവകരുണയിൻ ധനമാകാര്യം നാവാൽ പഞ്ചമോ. ദൈവകരുണയിൻ ധനമാകാര്യം. ദേവസൂതൻ പശുശാലയിൽ നരനായി. ദേവസൂതൻ പശുശാലയിൽ നരനായി അവതരിച്ചത് വെറും കഥയോ. ദേവസൂതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ഉപനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ഉപനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിൻ ധനമാകാര്യം നാവാൽ വന്യമോ. ദൈവകരുണയിൻ ധനമാകാര്യം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ആത്മീക പ്രവചനമാണ്. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. എന്തോമായിട്ട് അങ്ങോട്ട് ചെല്ലേണ്ട ദൈവസന്നിധിയിലോട്ട്. അടുത്ത വാക്യം. ഞാൻ ഹോമയാഗങ്ങളോടും ഒരു വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? ഹോമയാഗവും കാളക്കിടാവല്ലേ, ആട് മാട് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാ ഏക്കുവോ? അതാ ഏക്കുവോ? അടുത്തത് 1000 ആട്ടുകൊറ്റലിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കും എന്ന് പറഞ്ഞാൽ നീ ഒരാടുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ ഇതൊന്നും അവിടെ ഏക്കുകയല്ല. അതിന് ഈ 100 ആയിരക്കണക്കിന് ആടുകളെ സൃഷ്ടിച്ചതാ ദൈവം. ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോ ഇതെല്ലാം ഉണ്ടാകുക. നിങ്ങളുടെ മൂന്നാറിലോട്ട് ചെന്ന വരയാടിന്റെ അയ്യരുകടിയ. എന്നാലാ നീ ഒരു മുട്ടനുമായിട്ട് പയ്യ ദൈവത്തിന് നിന്റെ ആടൊന്നും വേണ്ട. ദൈവം തൈല നദി ഒഴുകിക്കൊണ്ടിരിക്കുക. തൈല നദി അടിയിൽ കൂടെ. എന്നാലും ഒരു തടം എണ്ണ ദൈവത്തിന് ഇതൊന്നും വേണ്ട. ഈ എണ്ണയായിട്ടോ ആടുമാടുകളായിട്ടോ അങ്ങോട്ട് ചെന്നാ വല്ല ഏക്കുമോ? ഏക്കത്തില്ലെന്ന. അടുത്ത വാക്യം. എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചിത്താവത്തിനു വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ എന്ന് പറഞ്ഞാൽ നീ നരബലി അർപ്പിക്കണ്ട. അവിടെ എലന്തൂരൊരു വട്ട് പിടിച്ച തള്ള നരബലി നടത്തി. വായിച്ചില്ലേ? തള്ള കണ്ടിച്ചെന്ന്, പെടല് കണ്ടിച്ചെന്ന്. നിങ്ങളുടെ അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. നരബലി ദൈവം പ്രസാദിക്കാൻ
നിയമം പ്രസാദിക്കുന്ന ദൈവമല്ല സർവശക്തൻ. മനുഷ്യനെ കുരുതി കൊടുക്കരുത്, കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കരുത്. ഈ ഒത്തിരി ഭ്രാന്തന്മാരുണ്ട്, മന്ത്രവാദികളും ക്ഷുദ്രവാദികളും ആഭിചാരകന്മാർ. അത് എഴുതാ മതി, ഇത് കിട്ടുമെന്ന്. ഈ വെട്ടിനകത്തൊന്നും ചെന്ന് വീടരുത്. ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. നരബലി അല്ല. സ്തോത്രം. മനുഷ്യനെ കുരുതി കൊടുക്കുന്നതിൽ പ്രസാദിക്കുന്നവനല്ല ദൈവം. നിന്നെയാ ദൈവത്തിന് ആവശ്യം. അപ്പൊ ഇതിലൊന്നും ദൈവം പ്രസാദിക്കത്തില്ല. അടുത്ത വാക്യം. മനുഷ്യ, ശ്രദ്ധിച്ചേ, മനുഷ്യ നല്ല എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഇന്നലെ വായിച്ചപ്പം നല്ല ചടുലതയോടെ വായിച്ചല്ലോ. മൈക്കുള്ളത് ഇവിടെ സ്റ്റേജിൽ ഇന്ന് പേടിയാന്നോ? എന്തിനാ പേടിക്കുന്നത്? വേറെ ദിവസമല്ലേ വായിക്കുന്നത്? ഇന്നലെ വായിച്ച പോലെ അങ്ങോട്ട് വായിക്കില്ല. ഞാൻ വിളിച്ചു കയറ്റിയതുപോലെ തിരിച്ചിറക്കി വിടും. അപ്പൊ ഇന്നലെ വായിച്ച പോലെ വായിക്കും. മനുഷ്യ, എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും. ശ്രദ്ധിക്കണേ, ന്യായം പ്രവർത്തിക്കണം. നീതിക്ക് നിരക്കാത്ത, ന്യായത്തിന് നിരക്കാത്ത ഒന്നും പാടില്ല. ആരുടെ അതിര് മാന്തരുത്. അതിന് മാന്തി വേലിക്കല്ലിട്ടല്ലേ ഇട്ടേച്ചിരുന്ന് പാടുക. എന്റെ ദേശം ഇവിടെയല്ല. ഞാൻ ചീങ്കക്കല്ലിനായി എറിയേണ്ടത്. അല്ല, അതിന് മാന്തി വെച്ചിരുന്ന് പാടുക. എന്റെ ദേശം. നീ ന്യായം പ്രവർത്തിക്കണം. നീതിക്ക് നിരക്കാത്തതൊന്നും പാടില്ല. കൈയൊക്കെ വെടിപ്പായിരിക്കണം. മനുഷ്യ ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കണം. ദയ ഉണ്ടായിരിക്കണം. സഹജീവികളോട്, സഹപ്രവർത്തകരോട്, സമീപവാസികളോട്, അല്ല സകല മനുഷ്യരോടും, അല്ല സകല ജീവജാലങ്ങളോടും. ചുമ്മാ പോകുന്ന പട്ടി എറിയുന്ന ആൾക്കാരുണ്ട്. ഇന്നത്തെ ദീനം അതാ. നീ പോകുമ്പോ പട്ടി തന്നെ കടിക്കുന്നേ. പട്ടിയോടെ ചെന്ന് മറ്റേ പട്ടിയോട് പറഞ്ഞ തങ്കച്ചും വരുന്നുണ്ട്, അവൻ നാളെ ചുമ്മാ എന്നെ എറിഞ്ഞറാ. ഞാൻ ഇപ്പൊ ഇച്ചിരി ബൈക്കിൽ ഇങ്ങോട്ട് വരും. ചില തള്ളമാരുണ്ട് കോഴിയോട് വൈരാഗമുള്ളത്. അത് തങ്കയുടെ കോഴി എറിഞ്ഞു പെടത്താൻ തീമേ. കോഴിക്കറിയാതെ തങ്കയുടെ ഏതാ മൂളി ഏതാ അങ്ങനെ കുശുമ്പുള്ളത് ഇതിനകത്തൊക്കെ കാണും. ഒത്തിരിയൊക്കെ എനിക്ക് വലിയൊരു തള്ളയുണ്ടായിരുന്നു. ആ തള്ളയ്ക്കും കോഴിയുണ്ട്, മരുമകൾക്കും കോഴിയുണ്ട്. അപ്പൊ വാതിട്ട് എന്തിക്കും ഇങ്ങനെ അരി ഇട്ട് കൊടുക്കും. അകത്തോട്ടായിരുന്നു. അപ്പൊ കോഴിയല്ല, കോഴിക്ക് ഇത് വല്ലതും വിഷുവാണോ? കോഴി തമ്മിൽ തള്ള എന്നറിയാം. തള്ളയുടെ കോഴിയെ എങ്ങനെ, മരുമകളുടെ കോഴിയെ എന്നാ ചെയ്യാൻ? ഇതിനെയൊക്കെ എല്ലാത്തിനോട് ശത്രുതാ മനോഭാവം ഉള്ള ആൾക്കാരുണ്ട്. അത് പാടില്ല. ദയ ഉണ്ടായിരിക്കണം കേട്ടോ, സഹാനുഭൂതി ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഒരു പ്രായമുള്ളവരെ കാണുമ്പോൾ അയ്യോ ഒരു പ്രായമുള്ള അപ്പച്ചൻ അമ്മച്ചി, അങ്ങനെയൊക്കെ ഒരു മനസ്സിന്റെ ഒരു ഇതൊക്കെ വേണം. വേണ്ടേ? നമ്മൾ ബസ്സേ കയറിയിരിക്കുക, പ്രായമുള്ള ഒരു അപ്പച്ചൻ വന്ന ആൾ കിടന്ന് കയ്യും പറ്റത്തില്ല, അമ്മയും നമ്മളുടനെ എന്നെ എടുക്കുന്നൊരു നേരെ വെളിയിലോട്ട് നോക്കിയിരിക്കും. കാരണം ഇന്ന് വരെ പാമ്പനാറ് കണ്ടിട്ടില്ല. കാരണം നേരെ ഇരുന്നാൽ ചിലപ്പോൾ അവരെ കാണും, അപ്പോൾ ഒന്ന് ഇരുത്തേണ്ടി വരും. അല്ലെ? അങ്ങനെയുള്ള ഉണ്ട്, അങ്ങനെയുള്ള ഒത്തിരി എണ്ണം ഉണ്ട്. യാതൊരു ദയയില്ലാത്തവര്. രാവിലെ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നാൽ ന്യായമായി, നിങ്ങൾ അങ്ങനെ പലരും ചെയ്യും. കട്ടനാന്നേ അത് കൊടുക്കേണ്ട ഒരു കടമ, ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ചെല്ലു പോയിക്കുന്ന കുടിച്ചിട്ടായിരിക്കും എന്നല്ലയോ? വേണ്ടായിരിക്കും ഇല്ലയോ? ചെല്ലു പറഞ്ഞ അവിടെ നിൽക്ക്, ഞാൻ ഈ കാപ്പി ഒന്ന് കുടിച്ചോട്ടെ. പണ്ട് ഒരു ധനാഢ്യന്റെ വീട്ടിൽ വേറൊരു ധനാഢ്യം വന്ന് അപ്പം രാവിലെയാ വന്നപ്പോ ഈ വന്ന വീട്ടിലെ ധനാഢ്യന്റെ ഭാര്യ അന്നൊക്കെ വലിയ ഈ കപ്പിനകത്ത് കാപ്പി കൊണ്ടുവന്ന് പുള്ളി ഭർത്താവിന് കൊടുത്തു, മുതലാളിക്ക്. അപ്പം വന്ന പുള്ളി അപ്പുറം ഇരിപ്പുണ്ട്, അയക്ക് കൊടുത്തില്ല. തള്ള അങ്ങനത്തെ ഒരു തള്ളയാ, കൊടുത്തില്ല. പൊതുവിൽ പറയുന്നത് മറ്റേ പുള്ളിക്ക് ക്ഷീണമായി വന്ന് എടി കാപ്പി കൊണ്ട് കൊടുക്കടി എന്ന് പറയുന്ന നാനക്കാർ അത് അറിഞ്ഞല്ലേ ചെയ്യണ്ടേ? അവര് ചെയ്തില്ല, പുള്ളി പറഞ്ഞില്ല. പുള്ളി ഓർത്ത് കൊടുക്കുമെന്ന്. മറ്റേ പുള്ളി ഒന്നും വേണ്ടിയില്ല. അത് നല്ല 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 എടുക്കനാ, അത് കാശുള്ളവനാ. അത് കഴിഞ്ഞ് പുള്ളി അങ്ങ് സംസാരിച്ചു പോയി. ഈ മുതലാളിയുടെ നീ അവിടെ ഇടങ്ങിയിട്ട് എന്തോ എടുക്കുന്നേ? മതി എടുത്ത അവിടെ എവിടെ നീ യോഗത്തിന് വന്നോ? അതോ അപ്പൊ
അപ്പം ഈ വന്ന മുതലാളി പുള്ളിയുടെ സ്ഥലത്ത് പോയിട്ട് ഈ രാവിലെ വന്ന വീട്ടിലെ മുതലാളിയുടെ വാഹനം അല്ലെന്ന് ബോട്ട് അവിടെ ചെന്നപ്പം പുള്ളിയുടെ ജോലിക്കാരോട് പറഞ്ഞു, ഇന്ന ബോട്ടയിലോട്ട് ഒരു ചാക്ക് കാപ്പിക്കുരുവും ഒരു ചാക്ക് പഞ്ചസാര എടുത്തിട്ട് കൊടുത്തേക്കാൻ. നടന്ന കാര്യമാണ്. അപ്പം ജോലിക്കാരെടുത്ത് മുതലാളിമാര് തമ്മിലുള്ള കാര്യമായിരിക്കും. ഒരു ചാക്ക് കാപ്പിക്കുരു ഒരു ചാക്ക് പഞ്ചസാര എടുത്തിട്ട് കൊടുത്തു. ആ ബോട്ട് മുതലാളി ഇട്ട് വന്നപ്പോൾ അവരെടുത്ത് കിട്ടും. അപ്പൊ ആ തള്ള ചോദിച്ചു, ഇത് ഇന്നയാള് തന്നു വിട്ടതാന്ന് പറഞ്ഞു, ഒരു ചാക്ക് പഞ്ചസാര ഒരു ചാക്ക് കാപ്പിക്കുരു. അപ്പൊ ഭർത്താവ് വന്ന് പറഞ്ഞു, ഇന്നയാള് ഒരു ചാക്ക് പഞ്ചസാരയും കാപ്പിക്കുരു പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. അയ്യോ. പിന്നെ ചില ദിവസം കഴിഞ്ഞപ്പോ ഇവര് തമ്മിൽ കണ്ട് മുതലാളിമാര്, ഇന്നാളെ ഒരു ചാക്ക് പഞ്ചസാര, ഞാൻ കഴിഞ്ഞ മാസം അവിടെ വന്നപ്പോ എനിക്ക് തോന്നി അവിടെ കാപ്പിക്കുരുവും പഞ്ചസാരയും ഇല്ലെന്ന് എനിക്ക് തോന്നി. ഇത് കൂടുതൽ നാണം കെടുത്തണോ? തീർന്നില്ലേ? സകല തീർന്നില്ലേ? അല്ല, അത് മറുത്ത് പൊടിച്ച് കുടിക്കുന്നവരുണ്ട്. മറ്റുള്ളവരോട് സഹാനുഭൂതി, അനുകമ്പ ഇതൊക്കെ ഉണ്ടായിരിക്കണം. പ്രാർത്ഥിച്ച് മാത്രം നടന്നാൽ പോരാ, ദയ ഉണ്ടായിരിക്കണം. പ്രായമുള്ളവരോട്, അയലത്തുകാരോട്, സ്നേഹിതരോട്, സഹപ്രവർത്തകരോട്, ഏത് വിധത്തിലുള്ളവരോടും. ചിലക്ക് സ്നേഹം പരപ്പടിക്കാരോടാ, അല്ല, എല്ലാവരെയും സ്നേഹിക്കണം. ദൈവ സ്നേഹമാണ്. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നത്? നമ്മ കളിപ്പിക്കരുത്. അടുത്തിരിക്കുന്നവരോട് മിണ്ടുകയില്ല, കൈ കൊടുക്കുകയില്ല, വർത്താനം പറയുന്നത്. ദൈവം ഭയങ്കര സ്നേഹമാണ്. സ്റ്റേജിൽ നിന്ന് പാടുന്ന എനിക്ക് പാടാൻ അറിയത്തില്ല. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ. പിന്നെ നീ സ്വന്തം അനിയനോട് മിണ്ടിയിട്ട് എത്ര കൊല്ലമായി? സ്വന്തം സഹോദരങ്ങളോട് സഹകരിച്ചിട്ട് എത്ര നാളായി? ദൈവം ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. ഈ സങ്കീർത്തനം 2 ഒരു ഇടയ്ക്ക് കയറി പറയാ, സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നെന്ന്. സ്വർഗത്തിൽ ഇരിക്കുന്ന അതെന്തിനാ? 2:4 6 3 വായിച്ച് 4 വാക്യമല്ലേ? സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. അതെന്തിനാ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നേ? ഞാൻ ഇടയ്ക്ക് കയറി പറയാം, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കാൻ കാര്യം 2:1 വായിച്ചേ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? അടുത്തത് യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. ഇത് കണ്ടോണ്ടാ ചിരിക്കുന്നേ. സ്വർഗത്തിരിക്കുന്ന പുള്ളി ചിരിക്കാൻ കാര്യം ഇതാ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ ഇതെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. 4:23 മുതലല്ലേ? ആദിമസഭയ്ക്ക് പീഡ വന്നപ്പോൾ സഭ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ 2-ാം സങ്കീർത്തന ഉച്ചരിച്ച് ഉരുവിട്ട് പ്രാർത്ഥിച്ചപ്പോഴും 23 മുതലുള്ള വാക്യം വായിച്ചേ. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതല്ല അറിയിച്ചു. ഇത് കേട്ടിട്ട് അവർ ഒഴിമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവരിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥനെ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നത് എന്താ? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവന്റെ അഭിഷിക്തത്തിന് വിരോധമായി ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു. ഇത് കണ്ടോണ്ട് ചിരിക്കുക. സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു. ഇവർ ഈ കൊന്ത്രാങ്കോളി എല്ലാം ഒപ്പിക്കുന്ന കണ്ട് ചിരിക്കുക. ഇത് 2-ാം സങ്കീർത്തനം മശികയ്ക്ക് സങ്കീർത്തനമാണ്. കാരണം 2:12 കിടപ്പുണ്ട്, പുത്രനെ ചുംബിക്കണമെന്ന്, ക്രിസ്തുവേശുവിനെ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വടിയിൽ വെച്ച് പുത്രനെ ചുംബിക്കണം. അപ്പൊ ഇത് മശികയ്ക്ക് സങ്കീർത്തനമാണ്. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കർത്താവിനോടുള്ള ബന്ധത്തിലും സ്വർഗത്തിൽ ഇരുന്ന് ചിരിക്കുക. ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് അറിവുള്ള ഭാഗമാ. യേശുക്രിസ്തു മരിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ. കൊരിന്ത്യ ലേഖനത്തിലുണ്ട്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അടക്കി, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഉയർത്തു. ഇത് ഈ പൊട്ടന്മാർക്ക് ആർക്കും അറിയത്തില്ല.
അപ്പൊ യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചെന്ന് ഉറപ്പുവരുത്തുമ്പോൾ വിലാപ്പുറത്ത് കുത്തി അവിടുന്ന് രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. അങ്ങനെ മരിച്ചെന്ന് ഉറപ്പുവരുത്തി പീലാത്തോസിന്റെ അനുവാദത്തോടെ യാത്ര ചെന്ന നിക്കോദെമോസും അരിമേത്തിലെ യോസേപ്പും കർത്താവിന്റെ തിരുശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി 100 രാത്രി സുഗന്ധക്കൂട്ടുള്ള നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് അരിമേത്തിലെ യോസേപ്പിന്റെ ആരെയും വെക്കാത്ത കല്ലറെ കൊണ്ട് ക്രിസ്തുവിനെ അടക്കി. അപ്പോൾ ഇവരെല്ലാം കൂടെ വട്ടം കൂടിയിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, കല്ല് ഉരുട്ടി വെക്കണം. കല്ല് അതിനാ വെളി വരരുത്. അന്നേരം സ്വർഗത്തിൽ ചിരിക്കുക. ഇമാരി കല്ലെല്ലാം കൊണ്ട് ഉരുട്ടി വെക്കുമ്പോ സ്വർഗത്തിൽ ഇരുന്ന് ചിരിക്കുക. ചിരിക്കാൻ കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞത്, 3-ാം ദിവസം ദൂതൻ ഇറങ്ങും, കല്ല് തട്ടി മാറ്റും, ദൂതൻ അതിന്റെ മണ്ടേ കയറിയിരിക്കും. ഇത് കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് ചിരിക്കുക എന്ന് പറഞ്ഞാൽ, നിനക്ക് വിരോധമായി ചിലര് കല്ല് വെക്കം ഉരുട്ടിക്കൊണ്ട് വരുമ്പോ സ്വർഗത്തിൽ ഇരുന്ന് ചിരിക്കുക. ഇതൊന്ന് ഏക്കുകയാണെന്നായി പറഞ്ഞത്. അല്ല, നീയും അങ്ങ് ചിരിച്ചു പോണം. ഒന്നും ഏക്കത്തില്ല. അപ്പൊ കല്ലുരുട്ടുമ്പം ആൾക്കാർ പറഞ്ഞ ഈ കല്ല് മതിയാകുമോ, ഇതൊക്കെ മതി, വരികയല്ല. ശരിക്കും വെക്കണം. കല്ല് കൊണ്ട് വെച്ച പറഞ്ഞ് ഇച്ചിരി വിടവുണ്ടെന്ന്. ഈ ഡയലോഗൊക്കെ കേൾക്കുമ്പോ സ്വർഗത്തിൽ ഇരുന്ന് ചിരിക്കുക. ഒന്ന പറഞ്ഞു വിടവുണ്ടെന്ന്, നമുക്ക് വിടവടയ്ക്കണം, പിന്നെ മുദ്ര വെക്കണം, റോമൻ ഗവൺമെന്റ്. എന്നിട്ട് ഇതെല്ലാം സ്വർഗത്തിൽ ഇരുന്ന് ചിരിക്കുക. നിനക്ക് വിരോധമായി കരുകളും തന്ത്രങ്ങളും ഒരുക്കുമ്പോൾ സ്വർഗം ചിരിച്ചോണ്ടിരിക്കുക. ദൈവത്തിന്റെ മഹത്വം നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. കർത്താവിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊണ്ട് കൊടുക്കണ്ട, നിന്നെ ദൈവസന്നിധി കൊടുക്കുക. ഓടിച്ചു മുമ്പോട്ട് പോകാം. എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കണ്ടേ? സകല ജാതികളും ഇത് കേൾക്കണം. സകല മനുഷ്യരും ഇത് കേൾക്കണം. സുവിശേഷം അതാ 49-ാം സങ്കീർത്തനത്തിലുണ്ട്. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്ന, കേൾക്കാൻ പറ്റാവുന്ന, കേട്ടാൽ ആ മനോസുഖം ഉണ്ടാക്കുന്ന വാർത്തയാ സുവിശേഷം. ഇതെല്ലാവരും കേൾക്കണം. അതെ, ഈ സുവിശേഷം കേട്ടാലുള്ള ഗുണം എന്താ? ഗുണം സുവിശേഷം കേട്ടാൽ ഒന്ന്, സുവിശേഷം കേട്ടാൽ അവന് മാനസാന്തരം ഉണ്ടാകണം. മർക്കോസ് 1:14 മുതൽ വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തം. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് ശരിയായി സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. എന്തുവായി മാനസാന്തരം? അതിലൊത്തിരി വിശദാംശങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. ഒറ്റ വാക്യം പറയാ, മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു വരവാണ്. തിരിഞ്ഞു വരണം. നേരത്തെ പോയ ജീവിച്ച പാതയിൽ കൂടി വഴിയിൽ കൂടി ഒന്നും ഇനി പോകരുത്. ശരിക്കും മാനസാന്തരപ്പെട്ടാൽ അവൻ തിരിഞ്ഞു വരണം. എല്ലാ വാക്യങ്ങളും എടുപ്പിക്കുന്നില്ല. കർത്താവിന്റെ മഹത്വം. ഇന്ന് രാത്രി സുവിശേഷം ശരിക്കും കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരപ്പെടുന്നവരെ കണ്ടാൽ അറിയാം. മാനസാന്തരപ്പെട്ടതാണെന്ന് പറയണ്ട. അവരുടെ മുഖം കണ്ടാൽ അറിയാം, സംസാരം കേൾക്കുമ്പോൾ അറിയാം, ഇടപാട് കാണുമ്പോൾ അറിയാം, സമീപനം എല്ലാം കാണുമ്പോൾ അറിയാം മാനസാന്തരപ്പെട്ടതാണ്. തിരിഞ്ഞു വരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പോയ വഴിയെ കൊണ്ടൊന്നും ഇനി പോകരുത്. അതാണ് മാനസാന്തരം. എല്ലാം വിവരിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് അറിയാമല്ലോ. നിങ്ങൾ ഇപ്പൊ പറയും ഞങ്ങളൊക്കെ പെട്ടതാണെന്ന് പറയും. ഉദ്ദേശിപ്പള്ളിയോ എന്ന് പറയാം. ഞങ്ങളൊക്കെ എ.ഡി. മോസസിന്റെ കാലത്ത് മാനസാന്തരപ്പെട്ടതാണ്. ആയിക്കോട്ടെ, നല്ല കാര്യം. അപ്പൊ ശരിക്ക് സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. 2, ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം ഉണ്ടാകും. സ്നാനം നടക്കും. അറിയാമല്ലോ, അന്ന് വലിയ പള്ളി പോയി ഇങ്ങോട്ട് വരിക. ഷണ്ണൻ വലിയ പള്ളിയില് പോയി തിരിച്ചു വന്നപ്പോ പുള്ളി തേരകത്തിരുന്ന് വായിക്കുക. മൊബൈൽ കാണുകയല്ല, വാട്സപ്പിലൊന്നുമല്ല, പുള്ളി തിരുവെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പീലിപ്പോച്ചനെ ശബരിയിൽ ഭയങ്കര ശുശ്രൂഷ ചെയ്യുന്നു. പീലിപ്പോച്ചനോട് പറഞ്ഞ് പെട്ടെന്ന് ശുശ്രൂഷ നിർത്തിയ ഗസക്കുള്ള നിർജ്ജന സ്ഥലത്തേക്ക്. അയ്യോ, ആരുമില്ലാത്തടത്ത് അങ്ങോട്ട് പോവും. ചെന്നപ്പോ ഒരു തേര് വരുന്നു. ചേർന്ന് കയറാൻ പറഞ്ഞു. കയറിയപ്പോ ക്ഷണിരിക്കുന്നു. ചോദിച്ചെന്തോട് എന്ന് ചോദിച്ചു. ഞാന് തിരുവെടുത്ത് വായിക്കാം. ഏത് ഭാഗമാണെന്ന് ചോദിച്ചു. യെശയ്യാവ് പറയുന്ന 53. ഏതാ വാക്യം? ഏതാ? അറക്കാനുള്ള ആടിനെ പോലെ കൊണ്ടുപോകുന്നു. എണ്ണുന്നു. ഇതാരെ പറ്റിയാണെന്നറിയാമോ? പുള്ളി പറഞ്ഞു, ഒന്നും അറിയാൻ പറ്റില്ല, വായിക്കുന്നല്ലാതെ. ഞായറാഴ്ച പോയി അങ്ങ് വായനാ ഭാഗം വായിക്കുക, നിന്ന് വായിക്കുക. ഒന്നും അറിയാൻ മേല ചിലർക്ക്.
ചെല്ലു വായിക്കത്തില്ല. മരണ വീട്ടിലൊക്കെ ഇന്നലെയൊക്കെ ഞങ്ങൾ കണ്ടു. ചുമ്മാ വായിക്കുന്നതെല്ലാം പൊട്ടത്തേറ്റുവാ, വായിക്കുന്നേ ഉള്ളൂ. അതെ, ഒക്കെ വായിക്കുന്ന ആൾക്കാണ്ട് വായിക്കുന്നേ ഉള്ളൂ. ഇതെന്നതാന്ന് പോലും ചിലക്ക് ബോധമില്ല. പണ്ടൊരാൾ വായിച്ചു, എപ്പസോസ് വെച്ച് ഞാൻ മൃദംഗ യുദ്ധം ചെയ്തെന്ന്. അപ്പൊ ഞങ്ങളുടെ ഒരു പാസ്റ്റർ പറഞ്ഞു, മൃദംഗം മാത്രമല്ല തബലയൊക്കെ കാണും, നീ ഇനിയും വായിക്കാതിരിക്കുന്നതാ, മൃഗയുദ്ധം ചെയ്തെന്നുള്ളതാ. പുള്ളി അന്ന് വായിക്കുക. വേറൊരാൾ വായിച്ചു, ദുഷ്ടന്മാരുടെ വഴി യോനാശകരമാകുന്നത്. കാരണം ദുഷ്ടന്മാരുടെ വഴിയോ പിന്നെ ഒരു ചെറിയ വര ഇട്ടേച്ച നാശകര വന്ന് താഴെയാണ്. പുള്ളി ദുഷ്ടന്മാരുടെ വഴിയോ പിന്നെ അടുത്തതാ യോനാശകരമാകുന്നു. അങ്ങ് വായിക്കുക. കുടലിന്റെ നടുവിലെന്ന 22-ാം സങ്കീർത്തനം ഒരാൾ വായിച്ച് കടലിന്റെ നടുവിലാണ്. ആയിക്കോട്ടെ, കുടലേതാ കടലേതാ? തിരുവമ്പച്ചൻ ക്ലാസ് എടുത്തും വായിച്ചു, നമ്മൾ നല്ല വിത്തല്ലയോ വധിച്ചത്, പിന്നെ ഇങ്ങനെ കള വന്നെന്ന് വായിക്കേണ്ട വെച്ചിട്ട് പിന്നെ കാല എങ്ങനെ വന്നെന്ന്. അപ്പൊ ചെല്ലി വായിക്കുന്നുള്ളൂ, ഇതിനെപ്പറ്റി വലിയ ബോധമൊന്നുമില്ല. ഇല്ല, ഞാൻ പണ്ടൊരിക്കൽ വായിച്ചു, പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. കൊരിന്ത്യ ലേഖനത്തില്ല. പക്ഷെ ഞാൻ വായിച്ചത് പ്രസവിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത്. സാർ എന്നെ വഴക്ക് പറയല്ല, ഇറങ്ങടാന്ന് പറഞ്ഞു ക്ലാസ്സിന് വേണ്ടി. ഇറക്കി എന്റെ കാര്യമാണ് പറഞ്ഞു. എല്ലാവരുടെയും കാര്യം മാത്രം പറഞ്ഞാൽ പോലെ എന്റെ കാര്യവും പറയണ്ടേ? ഞാൻ വായിച്ചതാ, ഇറങ്ങടാന്ന് പറഞ്ഞു. ക്ലാസ്സിന് വെളിയിലൊക്കെ 100 പ്രാവശ്യം പൊസിഷൻ എഴുതി എന്റെ ഊപ്പാട്. പിന്നെ ഞാൻ വായിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചാ വായിക്കുന്നത്. സാറ് മരിച്ചു പോയെങ്കിലും ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കും. ചില ഇങ്ങനെ വായിക്കുന്നതേ ഉള്ളൂ. ചോദിച്ചു, ഏത് ഭാഗമാണ് വായിക്കുന്നത്? അത് യശയ്യാ പ്രവചനമാ. ഇത് ആരെ പറ്റി ഞാൻ അറിയാമോ? ഒന്നും അറിയാൻ മേല. എന്നാ പറയാന്ന് പറഞ്ഞു. ഒരുവൻ പൊരുള് തിരിച്ചു തരാൻ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? പീലിപ്പോച്ചൻ പൊരുള് തിരിച്ചു. ഈ തിരുവെടുത്ത് ആധാരമാക്കി സുവിശേഷം പറഞ്ഞെന്ന 35-ാം വാക്യം വായിച്ച 8-ാം അധ്യായത്തിന്റെ 35-ാമത്തെ തിരുവെടുത്ത്, അപ്പോസ്തല പ്രവൃത്തി 8-ന്റെ 35. വായിച്ചു തരുന്നുണ്ട്. ദൈവത്തെ വായിക്കാം. ഇത് തന്നെ വെച്ചോണ്ടിരിക്കാറ്. അങ്ങോട്ട് കൊടുക്ക്. വായിക്കത്ത് വലിയ വൈകി കൊടുക്കുകയില്ല. വായിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം ദൈവത്തിന്. അപ്പൊ ഇനി നിങ്ങൾ രണ്ടുപേരും മാറി വായിച്ചോണം. എന്നെ ഒരു വെപ്രാളം പോലെ. ഇന്നലെ നല്ല മിടുക്കനായിട്ട് നല്ല തടിപ്പുറത്തെ വെടി പോലാന്നല്ലോ അവിടെ ഇരുന്ന്. ഇന്ന് എന്നാ പറ്റി? യേശുവിന്റെ നാമത്തിൽ ബലപ്പെടും. ദൈവദാസം വായിച്ചോ. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പ്. യേശുവിനെ പറ്റി പറയണം കേട്ടോ. നിന്നെ പറ്റി ഒന്നും പറയണ്ട. നിന്നെ പറ്റി പറയാം, നിന്റെ കുടുംബത്തെ പറ്റി പറയണ്ട, നിന്റെ ചാർച്ചക്കാരെ പറ്റി. കാരണം എല്ലാവരുടെയും വിചാരം നന്നായിട്ട് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഏത് കുടുംബമാണെന്ന് അറിയാമോ? ഒരാളെങ്ങനെ പറഞ്ഞു, വേറൊരാളെ സദസ്സിരുന്ന് ഞാനിപ്പറ ഇരിപ്പുണ്ട്, അവന്റെ അമ്മയുടെ അനിയത്തി 3 പേരുടെ കൂടെ പോയതാണ്. ഞാൻ പിന്നെ അറിഞ്ഞ ഭാവമില്ലാതെ ഞാനിവിടെ നിന്ന് എന്റെ അടുത്തിരുന്ന് പുള്ളി പറഞ്ഞതാ. ഒരാള് സ്റ്റേജിൽ നിന്ന് കീർവാണം അടിക്കുക, ഞങ്ങളുടെ ഫാമിലി. അപ്പം എന്നെ നോണ്ടി വെച്ച അവന്റെ അമ്മയുടെ അനിയത്തി. നിങ്ങൾക്ക് വല്ലതും പിടി കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് നമ്മളെ പറ്റി ഒന്നും അധികം പറയണ്ട. യേശുവിനെ പറ്റി പറ. കേൾക്കാൻ സുഖമാണ്, കേട്ടാൽ വിടുതലാണ്, കേട്ടാൽ ആശ്വാസമാണ്, കേട്ടാൽ സൗഖ്യമാണ്, കേട്ടാൽ നീക്കപോക്കുണ്ടാകും. ഇന്ന് രാത്രി എല്ലാവരും ശ്രേഷ്ഠനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള മഹത്വവാനാകുന്ന, നസറയനാകുന്ന യേശു ക്രിസ്തു. ഇവൻ അത്ര മഹാനെന്നൊന്ന് നോക്ക്. കാണാൻ കൊള്ളാവുന്നവനാ. ആ മുഖത്തോട്ട് നോക്കിയാൽ കണ്ണ് പെറുകിയല്ല. നമ്മുടെ മുഖത്തോട്ട് നോക്കിയാൽ കൊണ്ടുവന്ന വാക്യവും കൂടെ തെറ്റുക. നോട്ടോ ഇരിപ്പം. നിന്റെ പൊന്നും കൊടുത്ത മോന്തയിലോട്ട് നോക്കാതിരിക്കുന്നതാ നല്ലത്. പക്ഷെ യേശുവിന്റെ മുഖത്തോട്ട് നോക്കിയേ. സൈമൺ സാറ് പറഞ്ഞിരിക്കുന്നത് ആ മുഖത്തിൽ നിന്ന് തേൻ വരുന്നെന്ന്. നിൻമുഖത്തു നിന്നു തൂകും നന്മ പൂരത്തിൽ അമ്പൈ. നിൻമുഖത്തു നിന്നു തൂകും നന്മ പൂരത്തിൽ അമ്പൈ. നിൻമുഖത്തു
ജ്ഞാനികൾ നിന്റെ നന്മൊഴി നിൻ മുഖത്ത് നിന്ന് തൂകും നന്മ. തേൻ വീണാൽ ആരാ എഴുന്നേറ്റ് പോകുന്നേ? അതിലെ 3 ദിവസമൊക്കെ ആയിരിക്കുന്നത്. നമ്മുടെ കൂടെ 10 മിനിറ്റ് പോലും ഒരുത്തൻ ഇരിക്കുകയല്ല വർത്താനം പറയാൻ തുടങ്ങിയ. കാരണം പറയുന്നത് മുഴുവൻ കുരുക്ക് വർത്താനമാണ്. അതെ, ഉള്ള നോണയും കൊതിയും നോണയും അവരുടെ കുറ്റവും ഇവരുടെ കുറ്റം. ചിലരൊക്കെ ചെന്ന മുഴുവൻ കുറ്റമല്ലേ പറയുള്ളൂ. അവരെ ശരിയല്ല, എനിക്കൊരു തള്ളേനെ അറിയാം. അവര് നോക്കുമ്പോ എല്ലാരും കുറ്റക്കാരാ. അവരും അവരുടെ മക്കളും. ഒത്തിരി കള്ളി തള്ളമാരുണ്ട്. മറ്റുള്ളവന്റെ നന്മയും കൂടെ ഒന്ന് പറയണം. ഞാനും എന്റെ മക്കളും നല്ലത്, മറ്റുള്ളവരെല്ലാം മോശം. അല്ലല്ല, എല്ലാവർക്കും ഒരേ നന്മയുണ്ട്. നിങ്ങൾ ചിലരോട് സംസാരിച്ച് മറ്റു മനുഷ്യരെ പറ്റി ദോഷമല്ലാതെ നല്ലത് പറയുകയല്ല. അത് പാടില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ നല്ല വശങ്ങളുണ്ട്. എനിക്കില്ലാത്ത വിശേഷത നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കില്ലാത്തത് അടുത്തിരിക്കുന്നവർക്കുണ്ട്. ഇവിടെ എല്ലാം വിശേഷതയുള്ളവരാ. അവൻ നല്ല കാര്യം ഒന്ന് പറഞ്ഞേ, അത് അവർക്കും അനുഗ്രഹമാ, അവർക്കും സന്തോഷമാ, ദൈവനാമത്തിനും മഹത്വമാ. നല്ല രീതിയിൽ സംസാരിക്കണം. യേശുവിന്റെ വായിന്ന് വരുന്നതല്ല ലാവണ്യവാക്ക. അതുകൊണ്ട് ആ പള്ളിയിലിരുന്ന എല്ലാവരുടെ കണ്ണ് അവിടുന്ന് ലാവണ്യവാക്കാ വരുന്നത്. എഴുന്നേറ്റ് പോകാൻ തോന്നുകയല്ല. നമ്മളുമായിട്ട് സംസാരിച്ചാൽ എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട. ഇപ്പൊ പിന്നെ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. വർത്താനം പറയുന്നവരുടെ ഒക്കെ കണ്ണ് ഹലോ എന്തുകൊണ്ട്, ചുമ്മാ ആരുമില്ല, എടുത്തോണ്ട് അങ്ങ് പോവുക. ആരും ഇവനെ വിളിച്ചിട്ട് തന്നെ എത്ര ദിവസമായി, എന്നാലും ഇവന് പറഞ്ഞാട്ടെ. കാരണം ഇത് കേൾക്കാൻ കഴിയുകയല്ല. എന്നാൽ ഈ പൊട്ടൻ അന്നാരും വലിയ നിർത്തണ്ടേ. അയ്യോ, നിങ്ങളുടെ അടുത്ത് വരുന്നവൻ പോകരുത്. അവൻ കേട്ടിരിക്കണമെങ്കിൽ അതുപോലുള്ളതായിരിക്കണം വായിന്ന് വരുന്നത്. അതെന്തുവാ? ഏറ്റവും നല്ല ദൈവത്തിന്റെ വചനമാണ്. വചനം ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ള വചനമാ. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാ. ഇത് ഉലകിലേക്ക് ശുദ്ധി ചെയ്ത തിരുവചനമാ. ഇത് അതിവേഗത്തിൽ ഓടുന്ന തിരുവചനമാ. ഇത് അണ്ണാക്കിന് മധുരമുള്ള ദൈവത്തിന്റെ വചനമാ. ഇത് ഇളം പുല്ല് പെയ്യുന്ന മഞ്ഞ് പോലെയും മേനി പോലെയുമാ ദൈവത്തിന്റെ വചനം. ഇനി വായ്ത്തറയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയത്, ആത്മാവിനെയും പ്രേരണയും സന്ധിമച്ചകള് വേറെ വിട്ടിരിക്കുന്നവരെ തുളച്ചു കല്ലുന്ന ദൈവത്തിന്റെ വചനം. നിങ്ങൾ ചിലരോട് സംസാരിച്ച് നമുക്ക് പോകാൻ തോന്നുകയല്ല. അവര് സംസാരം തുടങ്ങിയ നമ്മൾ നിർത്തരുത്, എന്തിനാ എത്ര തീർതി ഓടിയിരിക്കേ. വേറെ ചിലരോട് സംസാരിച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ വണ്ടി വരാറായി കേട്ടോ, വണ്ടി കൊണ്ടോടി, ഇയാളെ കൊണ്ടോടിക്കോട്ടെ, വയ്യാവേലി എങ്ങനെയും ഒന്ന് പോയി കിട്ടണമെന്നാ. അങ്ങനെ പറയിപ്പിക്കരുത്. അയ്യോ, തൃപ്പാനത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പം അവിടുന്ന് വരുന്നത് മുഴുവൻ തേനാ. പേരിശ്ശേരിലെ മത്തായിച്ചൻ ആ തിരുമുഖത്തോട്ടൊന്ന് നോക്കി. ഏതാ ക്രിസ്തുവിന്റെ തിരുമുഖത്തോട്ട് നോക്കിയപ്പോ മത്തായിച്ചൻ ഒരു വരി എഴുതി. ഇന്ന് പാടാൻ മതി, എന്നാലും ആ വരി ഇങ്ങനെ: നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കതേ വാ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കതേ വാ. കോടി സൂര്യപ്രഭയേറും രാജരാജ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കതേ വാ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കതേ. അപ്പൊ ശ്രദ്ധിക്കുക, ആ മുഖത്തോട്ട് നോക്കിയിട്ട് പറയുക, കോടി സൂര്യപ്രഭ യേശുവിനെ.
യേശുവിന് കോടി സൂര്യന്റെ പ്രഭയാ. അതുകൊണ്ട് നീ യേശുവിന്റെ കൊണ്ട് ലൈറ്റ് ഒന്നും വിടണ്ട. യേശുവെ ഇരുട്ടത്തിരിക്കണ്ട, വളഞ്ഞെങ്ങാനം വളവാ, എടാ പോട്ടാ. പെരുവന്താനം വണ്ടി വരുമ്പോ അങ്ങനെ നിന്നെ ഇടിച്ച് താഴെ ഇട്ടെങ്കിൽ എന്നാ പിന്നെ നീ ഒട്ടത്തി. എടാ കോടി സൂര്യപ്രഭയാ. അന്നേരം 50 പൈസയുടെ മെഴുതിരിയായിട്ടാണ് കഴിച്ചിരുന്ന ഇത് തീരും തങ്കമ്മ കൊണ്ടുവരും അടുത്തത്. ഈ പൊട്ടനൊക്കെ എന്നിനും വിവരം ഉദിക്കുമെന്നുള്ളതാണ്. സ്തോത്രം. അവിടുന്ന് പ്രഭാമയന. സ്തോത്രം. പകൽ വാഴാൻ വെളിച്ചം, രാത്രി വാഴാൻ വെളിച്ചം ഉണ്ടാക്കിയവനാ ദൈവം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ മുട്ടുസൂചി വരെ കാണാം, തരി വരെ കാണാം. ആ ദൈവത്തിനാ നീയ. ഇനി എന്നൊക്കെ ഇതിനെല്ലാം ബോധം ഉണ്ടാകുമെന്നുള്ളത്. അവിടുത്തെ മുഖത്തോട്ട് നോക്കിയപ്പോൾ തേനിച്ചിട്ട് വീഴുന്നു. ആ മുഖത്ത് കോടി സൂര്യപ്രഭ. പാടിയ ഒരു വരിയുണ്ട്, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യൻ ആരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യൻ ആരുമില്ല. അവനീ ശരണ പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ ബോധമായി മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. 10,000 സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു ഇതുപോലെ ശ്രേഷ്ഠൻ, ഇതുപോലെ ഉന്നതനാകുന്ന മഹത്വമുള്ള വേറൊരുവനില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്നലെ ഓർപ്പിച്ച് ഒന്നുകൂടെ പറയുക, നമ്മുടെ ആയുസ് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ഈ കർത്താവിനെ അറിഞ്ഞതാണ്. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഈ തിരുവെടുത്ത് ആധാരമാക്കി സുവിശേഷം പറഞ്ഞു. വായിച്ചോ ആ ദൈവദാസൻ വായിച്ചേ. അതെല്ലാം മറച്ചോ. ആധാരമാക്കി ഈ തിരുവെടുത്ത് ആധാരമാക്കി അവൻ യേശുവിനെ കുറിച്ച് സുവിശേഷം പറഞ്ഞു. അവർ ഇങ്ങനെ വഴി പോകുകയും യേശുവിനെ പറ്റി സുവിശേഷം പറഞ്ഞു. ഈ ശരിക്ക് സുവിശേഷം അങ്ങോട്ട് പറഞ്ഞു, നേരെ പോയില്ലയോ? ശരിക്ക് സുവിശേഷം അങ്ങനെ പറഞ്ഞു പോയപ്പോൾ വെള്ളമുള്ളൊരു സ്ഥലം, വെള്ളമുള്ളൊരു സ്ഥലത്തോ എത്തിയപ്പോൾ വെള്ളമുള്ളൊരു സ്ഥലം. അപ്പം ഷണ്ണൻ സുവിശേഷം പറഞ്ഞു പീലിപ്പോച്ചനോട്, ഇതാ വെള്ളം 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 ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? അതാ അവിടെ നിൽക്കും. രണ്ടുപേരും സുവിശേഷം ഒരാൾ പറയുന്നു, ഒരാൾ കേട്ടു. സുവിശേഷം എല്ലാം പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോ വണ്ടിയിൽ ഇങ്ങനെ പോവുക തേര്. അപ്പൊ പറഞ്ഞു വെള്ളം വെള്ളം, അതിനെ ദാഹിക്കുന്നോ? അല്ലല്ല, സ്നാനപ്പെടണം. അതിനാ സുവിശേഷത്തിനകത്ത് സ്നാനം പറഞ്ഞു. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ട്. നമ്മളാരും ശരിക്കും പറയുന്നില്ലല്ലോ, പറയുന്നില്ല. ശരിയായ നിലയിൽ സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ട്. സ്നാനം പറയണം. പീലിപ്പോച്ച നന്നായിട്ട് സ്നാനത്തെ പറ്റി പറഞ്ഞു. അതുകൊണ്ടാണ് ഷണ്ണം പറഞ്ഞത് വെള്ളം. യേശു രക്ഷിക്കും, യേശു രക്ഷിക്കും, യേശു രക്ഷിക്കും. അത് ഉറപ്പാ. ഇത് മാത്രം പറഞ്ഞേച്ചു പോലെ രക്ഷിക്കപ്പെടുന്ന ഒരു കൈ പൊക്കിയാട്ടെ. ഇനി ആരുണ്ട്? ആരുമില്ല. ഇനി ആരുണ്ട്? പിന്നെ അവസാനം ജനം ഓർക്ക് ഇയാൾ നിർത്തത്തില്ല, എന്നാ പൊക്കിയേക്കാം. സെക്രട്ടറി ആദ്യം പൊക്കി. അവിടെ പറഞ്ഞു ഉയർത്തപ്പെട്ട കരത്തിനാൽ പുള്ളി 30 കൊല്ലമായിട്ട് സഭയുടെ സെക്രട്ടറിയാണ്. അയാൾ പൊക്കിയപ്പോ അയാളുടെ പെമ്പളയും പൊക്കി. അവരടുത്ത് പോകാനായിരിക്കും വന്നു. ഉദ്ദേശിച്ച് അറിയാൻ പറ്റില്ല. പുള്ളി പറഞ്ഞു ഉയർത്തപ്പെട്ട കരങ്ങൾക്കാൽ. അന്നേരം ആ വണ്ടിയെ വന്ന് മുഴുവൻ പോക്കി. ഇതാണോ ശരിക്കും സുവിശേഷം പറഞ്ഞാൽ? സ്നാനത്തെ പറ്റി പറയണം. പിന്നെ സ്നാനമോ ജഗത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം. ചിലർക്ക് ഇപ്പോഴും വെളിവില്ല ഇതെങ്ങനെയാ സ്നാനപ്പെടേണ്ടെന്ന്.
സ്നാനപ്പെടുത്തി എടുത്തുകൊണ്ട് പോയൊന്നും അല്ല സ്നാനപ്പെടുന്നോറം കരുത് പാവോ ഇപ്പൊ സ്നാനപ്പെടുത്താൻ തങ്ങമേ ബിസ്ക്കറ്റ് തിന്നാട്ടെ. എടാ പോട്ടാ, അങ്ങനെയാണോ സ്നാനപ്പെടുന്നേ? യേശു നടന്നാ വന്നേ. ഉണ്ണീശോയെ കൊണ്ടുപോയി മുക്കുകയല്ല. കരാളിനൊക്കെ വന്ന് പാടില്ല ഉണ്ണി പറഞ്ഞു. ഇപ്പൊ പെന്തിക്കോസുകാരും പറഞ്ഞുണ്ട് ഉണ്ണി മുട്ടയുടെ ഉണ്ണിയായിരിക്കും. ചുമ്മാ നീ സ്നാനപ്പെടുത്തുന്നത് എടുത്തോണ്ട് പോയല്ലെന്ന്. പ്രായമുള്ളവരെ മുക്കാൻ വ്യവസ്ഥയില്ല, പിള്ളേരെ മുക്കാനും വ്യവസ്ഥയില്ല. വേദപുസ്തകത്തിലെ വ്യവസ്ഥ വിശ്വസിക്കുന്നവനെ. ഇത് പ്രായമുള്ള മൂപ്പില ഏതായാലും പോകാറായി. മുങ്ങച്ച എന്ന പുള്ളി പറയാ, ഞാൻ ഒരു ചുരുട്ടൂടെ വലിച്ചേച്ച് തണുപ്പല്ലയോ. അവൻ പരപ്പിന് പടിഞ്ഞാറ് നിന്ന് അയ്യോ, പ്രായമുള്ളവരെ മുക്കാൻ പ്രമാണമില്ല. നമ്മൾ പറയുന്ന അച്ഛാ ഇത്രയും പ്രായമായി ഇനി ഏഴ് വന്ന് അതിനാണോ സ്നാനം? പ്രായമായി നേരത്തെ ചാകണം. ചുമ്മാ ചൂടുവെള്ളം കുടിച്ച് മനുഷ്യനെ കെടുത്തിരുത്തരുത്. ഇത് പ്രായമുള്ളവരെ മുക്കുന്ന മാർഗമല്ല, പിള്ളേരെ മുക്കുന്ന മാർഗവുമല്ല. ഇതെങ്ങനെയാണെന്നറിയാമോ? വിശ്വസിക്കുന്നവരാ മുങ്ങേണ്ടത്. യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാണ് സ്നാനം. അത് എടുത്തോണ്ടൊന്നുമല്ല, നടന്നാ വന്നേ. സ്നാപകയോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, സ്നാപകയോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. അപ്പോൾ നടന്ന യേശു വന്നു. യോഹന്നാൻ അപ്പൊ യേശുവിനെ തടഞ്ഞു. തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. മോനെ ഇതിന്റെ ശബ്ദം കുറച്ചു വെക്കണം. അത് അവരോട് വൈരാഗ്യം ഉണ്ടായിട്ടല്ല. ഞാൻ പാടുന്നെന്ന് പറയുന്നില്ല, പറയുക. ആ പറയുന്നത് എന്താ പറഞ്ഞൊപ്പിക്കുന്നെന്ന് ക്ലിയർ ആകും. അപ്പൊ മോനെ നമുക്കൊരു ധാരണയിൽ പോകണം. അപ്പം ഇവരോട് വൈരാഗ്യം. പിന്നെ ഞാൻ ഇവർക്ക് വായിക്കാൻ അവസരം കൊടുക്കുമ്പോൾ ഓളിയം കൂട്ടിക്കോണം. ഞാൻ പാടാൻ തുടങ്ങുമ്പോൾ എൻ്റെ ശബ്ദം ഈ പദം വരി ഇതെല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കണം. നിങ്ങൾ ഇത് പറഞ്ഞെന്നോർത്ത് താൻ തന്നെ പാടിക്കോ എന്ന് നിങ്ങൾ, അതൊക്കെ എനിക്ക് അറിയാം. എന്നെ ഒതുക്കിയാൽ എനിക്ക് അറിയാം. അപ്പൊ അതെല്ലാം നമ്മളൊരു ധാരണയിൽ പോകണം. അപ്പൊ യോഹന്നാൻ യേശുവിനെ തടഞ്ഞു. തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. നിന്നാലടിയൻ സ്നാനം ഏകേണ്ടതാ ഇരിക്കെ അരുമനായകനെ. നീ എന്നരികിൽ വന്നിടുന്നു. അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നു. അപ്പൊ യോഹന്നാൻ യേശുവിനെ തടഞ്ഞു. അയ്യോ, നിന്നെ സ്നാനമേൽക്കാനാ ഞാൻ വന്നേ. എന്നാൽ നീ സ്നാനമേൽക്കാൻ തടഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞൊരു പദമുണ്ട്. ഇപ്പം സമ്മതിക്കും. ഇപ്പോൾ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത്. യേശു പറഞ്ഞുടനെ
ദൈവിക നീതികൾക്ക് യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും സ്നാനപ്പെടാനുണ്ടെങ്കിൽ വചനം അറിഞ്ഞിട്ടും ഉപദേശം കേട്ടിട്ടും രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ടും ഈ പ്രമാണമെല്ലാം കേട്ടിട്ടും സ്നാനപ്പെടാതെ പിടിവാശിയോടെ മറുതലിച്ച് നിൽക്കുന്നെങ്കിൽ നിന്നോട് ഇന്ന് രാത്രി വചനത്തിൽ കൂടെയും ആത്മാവിൽ പറയുക, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. അപ്പൊ ശ്രദ്ധിക്കുക, ശരിക്കും സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ട്. ഞാന് എൻ്റെ അനുഭവത്തിൽ ഒരു ചെറിയ സാക്ഷ്യം പറയാം. ചെറുതല്ല, വലുതാണ്. രക്ഷിക്കപ്പെട്ട് 1 വർഷത്തോളമായിട്ട് സ്നാനപ്പെടുത്തുകയില്ല. ഞാൻ എല്ലാ ആഴ്ചയിലും പറയും എനിക്ക് സ്നാനപ്പെടുക ഒക്കത്തില്ലെന്ന് പറയും. അവിടെ അങ്ങ് മുങ്ങാനും ഒക്കുകയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ദേശത്ത് മുങ്ങണം. ഒക്കത്തില്ല, നടപടിയില്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട്ടുകാർ പ്രശ്നം ഉണ്ടാകും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ പരുത്തുംപാറയിലൊരു സ്നാന ശുശ്രൂഷ പോകാൻ തീരുമാനിച്ചു. അപ്പൊ സഭയിലൊരു അമ്മ പറഞ്ഞു, മാതാപിതാക്കൾ വല്ലതും പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ വെളുപ്പിനെ പറയണമെന്ന്. ഉറങ്ങാതൊക്കെ ഇരുന്ന് എൻ്റെ പിതാവിനോടും മാതാവിനോടും വെളുപ്പിനെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു ഞാൻ നാളെ സ്നാനപ്പെടും. അവർ പറഞ്ഞു സ്നാനപ്പെട്ടോളാം. സന്തോഷമായി. അന്ന് ഞങ്ങൾക്ക് വീട്ടിലെ കുളിമുറിയൊന്നുമില്ല, ആറ്റിപ്പോയി കുളിക്കണം. ആറ്റിപ്പോയി കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും തിരിച്ച് ഞാൻ വന്നപ്പോൾ ക്ഷോഭിച്ച് നിൽക്കുക. ഇടാ ഇവിടെ വരാൻ പറഞ്ഞു. മുമ്പേ എന്തുവാ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാൻ നാളെ സ്നാനപ്പെടുക. ആ സ്നാനപ്പെടുക എന്നെ അതിലേ കുടഞ്ഞോട്ട് കയറിയേക്കും. ഞാൻ പറഞ്ഞു നിങ്ങളല്ലയോ പറഞ്ഞ് സ്നാനപ്പെട്ടോ? അത് ഞങ്ങൾ ഉറക്കപ്പിച്ചിട്ട് പറഞ്ഞതാണ്. എന്തായാലും പ്രാർത്ഥിച്ചു. ഒരു ധൈര്യമൊക്കെ ദൈവം തന്നു. സ്നാനത്തിനൊരുങ്ങിപ്പോയി. ഒത്തിരി കാര്യം വിശദീകരിക്കണം, എല്ലാം ഇപ്പം വിശദീകരിക്കുന്നില്ല. എന്നെ കൂടാതെ വേറെ 10-13 പേര് സ്നാനപ്പെടാനുണ്ട്. വീണ്ടും വീട്ടിൽ നിന്ന് ആളിനെ വിട്ടു. സ്നാനപ്പെടുത്തിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് എന്നെ. ഞാനന്ന് ചെറുപ്പമാണ്. ഇപ്പോഴും ഞാൻ ചെറുപ്പമാണ്. പിന്നെ ഈ പരുവത്തിന് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു എന്തുകൊണ്ട് പ്രായം? ഞാൻ പറഞ്ഞു 50. കള്ളം പറയരുത്. ഞാൻ പറഞ്ഞു 50. ബാക്കി പിന്നെ ആര് കൊണ്ടുപോയെന്ന്. എന്നാ ചെയ്യാന്? ഞാൻ 1975 ഓഗസ്റ്റ് മാസം 13-ാം തീയതി രാത്രിയിൽ 9:45 കഴിഞ്ഞപ്പോഴുള്ളതാണ് അമ്മ പറഞ്ഞേക്കുന്നത്. നാഴികയും വിനാഴി കൊണ്ട് കണ്ട് അന്നൊക്കെ ജാതകം കുറിക്കും. അതുകൊണ്ടാണ് കൃത്യം. ഇനി വേണേ കൂട്ടിക്കും. എത്രയുണ്ട്? 75-ലുള്ളതാണ്. ഓ ആ പിന്നെ 76-ല. ഇച്ചിരി മൂപ്പെനിക്കാ. അപ്പം ഞാൻ പറഞ്ഞത് അന്ന് ചെറുപ്പമാണ്. ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ പ്രശ്നമായി സ്നാനപ്പെടുത്തരുത്. എന്തായാലും അന്നൊക്കെ സ്നാനത്തിന് പാട്ട് പാടിയാ പോകുന്ന സ്നാനക്കടവിലോട്ട്. ഇപ്പൊ എല്ലാം കറുത്ത ഗ്ലാസ് ഇട്ട കാറയില് പമ്പി കൊണ്ടുപോയി എവിടെയെങ്കിലും ഉണ്ട്. സ്നാനപ്പെടേണ്ട പുള്ളി ഇപ്പറ ഇരിക്കും, സ്നാനപ്പെടുത്തേണ്ട പുള്ളി കാർ ഓടിക്കും. ബീറുമാണ് വീണത്. നമുക്ക് ഇവനെ ആണല്ലോ ഞാൻ മുക്കുന്നു. അപ്പം പുള്ളി വളവ് തിരിയുമ്പോ അവൻ പുള്ളിയെ നോക്കും, ഇയാളാന്നല്ലോ തന്നെ. അപ്പൊ അങ്ങനെയൊക്കെയാ മുക്കുന്നത്. എവിടെയെങ്കിലും കൊണ്ട് മുക്കും, അതോടെ അവൻ മുങ്ങുകയും ചെയ്യും. അന്ന് പാട്ടുമൊക്കെ പാടി തമ്പാറുമൊക്കെ അടിച്ചാ പോകുന്നത്. അപ്പൊ അന്ന് സ്നാനക്കട വെച്ചെന്ന് 2 ദൈവദാസന്മാരാ സ്നാനപ്പെടുത്തുന്നത്. ഒന്ന് കുടിമറ്റത്തെ ദാനിയേൽ ഉപദേശി, 2 പാലമുട്ടിൽ പാസ്റ്റർ PJ കിട്ടി അവർകൾ. 2 പേര് സ്നാന ശുശ്രൂഷ. ഈ 10-13 പേരും ഇറങ്ങി സ്നാനത്തിന്. ഞാൻ ചെറുപ്പമാണ്. വീട്ടിൽ പ്രശ്നം. സഭയിലും ചിലര് എതിരായി എന്ന് പറഞ്ഞാൽ ഗുണം പിടിക്കാത്തവനൊക്കെ സഭയിലും ഉണ്ട്. ചിലര് പറഞ്ഞു ഇപ്പം മുക്കണ്ടെന്ന്, നമ്മുടെ വേലയ്ക്ക് ക്ഷീണം വരുമെന്ന്. അല്ലെ ഏതാണ്ട് വേല നന്നായിട്ടിരിക്കുക, ക്ഷീണം. ഏതായാലും 1-2 പേര് എന്നെ ധൈര്യപ്പെടുത്തി സ്നാനപ്പെടാൻ പറഞ്ഞു. ഞാനും പ്രാർത്ഥിച്ച് ബലപ്പെട്ടു. ഞാൻ ഒടുവിലായിട്ട് ഞാൻ ഇറങ്ങിച്ചെല്ലുന്നേ. അപ്പം കരയ്ക്ക് നിന്നപ്പോ ഇങ്ങനെ മനപ്രയാസമുണ്ട്. വീട്ടിൽ പ്രശ്നം, സഭയിലും ചിലരെതിരാ. ഇത് കഴിഞ്ഞാൽ വീട്ടിലോട്ട് ചെല്ലണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. എന്നാലും ദൈവം എന്നെ അങ്ങ് ധൈര്യപ്പെടുത്തി. ഈ വാക്യം എന്നെ ധൈര്യപ്പെടുത്തി. യേശു പറഞ്ഞ ഇപ്പോൾ സമ്മതിക്കാം. ഇതിങ്ങനെ കൂടെ നിർബന്ധിക്കാം. ഇപ്പോൾ സമ്മതിക്കാം.
തീരുമാനമെടുത്തു. ഈ പാട്ടിന്റെ വരി എനിക്ക് ധൈര്യം നൽകി. ഏതാ? മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. ഈ പാട്ടിന്റെ വരിയും ഈ വാക്യവും ധൈര്യപ്പെടുത്തി. പിന്നെ അമാന്തിച്ചില്ല, ഒടുവിൽ ഇറങ്ങിച്ചെന്നു. അതിലെ പ്രായമുള്ള ദൈവദാസൻ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വെള്ളത്തിലേക്ക് മുക്കി. വേറൊരു സംഭവം പിടിവിട്ടുപോയി അദ്ദേഹത്തിനൊക്കെ. കാരണം മറ്റൊന്നുമല്ല, ഞാൻ വെള്ളത്തിനടി വെച്ച് ആത്മശക്തിയിൽ നിറഞ്ഞ് പൊങ്ങി വന്നത് അന്യഭാഷ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ ആത്മസ്നാനം പ്രാപിക്കുന്നത്. പൊങ്ങി വന്നത് അന്യഭാഷ പറഞ്ഞ നിന്നെന്ന് ചിലര് പറയുന്നു. ഞാൻ തർക്കിക്കാനൊന്നുമില്ല, എനിക്ക് അതിന് നേരവുമില്ല, നിന്നിട്ടൊന്നുമില്ല, ഇല്ല, നിന്നിട്ടില്ല. ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഇപ്പം നിൽക്കത്തുമില്ലെന്നാ പുസ്തകം എഴുതിയേക്കുന്നത്. പിന്നെ ഇത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലാ തുടങ്ങുന്നത്. പക്ഷെ ഒടുവിൽ കണ്ണനൻ തുടങ്ങി വെച്ച് പിന്നെ ഒടുവിൽ പിന്നെ കുടുംബചരിത്രം പറഞ്ഞാൽ നിർത്തുന്നത്. എനിക്ക് നിന്നെ അറിയാം, നിന്റെ കുടുംബക്കാരെ എനിക്ക്. വിഷയം എന്നാ തുടങ്ങിയത്? അന്യഭാഷ നിന്നോ നിന്നില്ലയോ, ഇതാ തുടക്കം. ഒടുവിൽ വന്ന് നിൽക്കുന്ന എവിടാ? നിന്റെ പെമ്പളയുടെ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നിന്റെ വല്യപ്പൻ കുഞ്ഞേറച്ചനെ എനിക്കറിയാം. തുടങ്ങിയത് എവിടാ? അതുകൊണ്ടാ ഞാനിതിനൊന്നുമില്ല, എനിക്ക് നേരവുമില്ല. പക്ഷെ വന്നറിയാം, നിന്നിട്ടില്ല, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് ആരുടെ കുത്തകയൊന്നുമല്ല, ദൈവത്തിന്റെ ദാനമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ അവിടെ നിന്ന് തൃപ്തിപ്പെടുത്തും. വേദപുസ്തകത്തിൽ ഇതിന് താങ്ങ് കൊടുക്കുന്ന വാക്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന്, അല്ലാതെ നെറ്റിയെ കൊണ്ട് പെരട്ടതല്ല. കിട്ടി പൊക്കും. ഈ ബെബലക്കല്ല ഇനി എന്ന് വിവരം ഉണ്ടാകുമെന്നുള്ളതാണ്. വിശ്വസിക്കുന്നവന്റെ അങ്ങനെ ആ പുസ്തകത്തിൽ അങ്ങനെ ആ വാക്യം. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. വേറൊരു ഭാഗത്തുണ്ട്, ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യ കൊണ്ട് കുലുങ്ങിപ്പോകത്തില്ല. അധികം വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. പൊങ്ങി വന്നത് ആത്മസ്നാനത്തിൽ അഭിഷേകം പ്രാപിച്ച ദൈവത്തിന് മഹത്വം. സ്നാനപ്പെടുത്തിയ അപ്പച്ചനും കരയ്ക്ക് നിന്ന് മുങ്ങണ്ടെന്ന് പറഞ്ഞവരും എല്ലാം ആത്മാവിൽ നിറഞ്ഞു. അങ്ങനെ നല്ലൊരു അന്തരീക്ഷമായി. കരയ്ക്കോട്ട് കയറി. ഈ മറുഭാഷയാ പറയാന്ന്. അപ്പൊ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നിടത്ത് ചെന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, എന്തിയാ ഡ്രസ്സ്? ഞാൻ പറഞ്ഞില്ല, ആകെ ഉണ്ടായിരുന്നതാണ്. അതുമായിട്ടാ എനിക്കെങ്ങനെയും മുങ്ങണം എന്നൊരു ചിന്തയായിരുന്നു. മുങ്ങി. വേറെ ഇല്ല, ഡ്രസ്സില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, വേറെ ഇല്ല? ഞാൻ പറഞ്ഞു. അപ്പം പുള്ളി ചോദിച്ചു, പിന്നെ എങ്ങനെ? ഞാൻ പറഞ്ഞു, ഇന്നിങ്ങനെയൊക്കെ തന്നെ, അല്ല എന്നാ ചെയ്യാനാ. പിന്നെ ദൈവത്തിന്റെ മഹാകൃപ കൊണ്ട് പെട്ടെന്നല്ലേ ഒരു മുണ്ട് കൊണ്ട് തന്നു. മുണ്ട് ഉടുത്തിട്ട് ഒന്നും തീരുന്നില്ല. പിന്നെ അറിഞ്ഞൊരു പാഷയുടെ അമ്മയുടെ കച്ചമുറിയായിരുന്നു. തള്ളയാന്ന് ഇച്ചിരി നല്ല പിടിപ്പുള്ള തള്ളയാ. കച്ചമുറി 5 മുഴത്തിന്റെ അല്ലേ. എനിക്കന്ന് ചെറുപ്പവും നീളക്കുറവും പ്രായക്കുറവും ഒരു തരത്തിലൊക്കെ 3-4 ചുറ്റുമൊക്കെ ചുറ്റി ആണ് കീറാനൊക്കത്തില്ല. തള്ള പിന്നെയും ചോദിക്കും. അതുകൊണ്ട് കീറിക്കളയാനൊക്കെയില്ല. ഒരു തരത്തിലൊക്കെ ചുറ്റി ഒപ്പിച്ചു. ഒരു വലിയ ഷർട്ട് കൊണ്ട് തന്നു. പെട്ടെന്നായതുകൊണ്ടാണ് ഇതിങ്ങനെ ഏകപാഷ ഷർട്ടാന്നാ പിന്നെ അറിഞ്ഞത്. മുട്ടിന് താഴെ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ പിന്നെ മുണ്ടം കെടുക്കുന്നതാ നല്ലത്. ഇത് രണ്ടുകൂടെ ഇതെല്ലാം കൂടെ ചുറ്റി. ഇപ്പം നമുക്ക് രസകരമായി തോന്നിയാൽ ഇതൊക്കെ ജീവിതത്തിന്റെ ചെറിയ അനുഭവങ്ങളാണ്. പക്ഷെ ദോഷമൊന്നും വന്നില്ല. സ്നാനപ്പെട്ടു, വലിയ സന്തോഷമായി. സ്നാനപ്പെട്ടവരെല്ലാം മുന്നിൽ നിർത്തിയേച്ച് തമ്പാറും ഒക്കെ അടിച്ച് പാട്ട് പാടി ആ സഭാകുള്ളിലോട്ട് പോകുന്നത് എന്തോ ഒരു അന്തരീക്ഷമായിരുന്നു അറിയാം. അന്നത്തെ സഭായോഗവും കൂട്ടായ്മയും ദൈവത്തിന് മഹത്വം. പിന്നെ വീട്ടിൽ അല്പം പ്രശ്നമൊക്കെ ഉണ്ടായി. അതൊന്നും ഞാനിപ്പം വിവരിക്കുന്നില്ല. പക്ഷേ അതെല്ലാം ദൈവം പരിഹരിച്ചു നൽകി. അതിന്റെ കാരണം കൂടെ പറയാം. സഭാപ്രസംഗികളുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സഭാപ്രസംഗി 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവെടുത്ത് ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. ഒരു കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കില്ല. ഒരു ദോഷവും സംഭവിക്കത്തില്ല. മതി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ കൽപ്പനയാ സ്നാനം.
യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ്. മത്തായി 28:18 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഒടുവിലായി കൊടുത്ത ശ്രേഷ്ഠമേറിയ കൽപ്പനയാ സ്നാനം എന്നുള്ളത്. ഈ സ്നാനമോ ജഡത്തിന്റെ അടുക്കി കളയാനില്ല. ഇന്ന് രാത്രി ഈ കൽപ്പന നീ അനുസരിച്ചാൽ നിനക്കും നിന്റെ സന്തതിക്കും ഒരു ദോഷം വരികയല്ല. എന്റെ ഭാഷ പറഞ്ഞാൽ സകല ദോഷവും മാറിപ്പോകും. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഇന്ന് രാത്രി ആ സുവിശേഷം ശരിക്കും കേട്ടാൽ സ്നാനം നടക്കും. സ്നാനം എന്നുള്ളത് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. യേശു മാതൃക കാണിച്ചു തന്നു. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ആരെങ്കിലും സ്നാനപ്പെടാനുണ്ടെങ്കിൽ മുമ്പോട്ട് വരണം, തീരുമാനമെടുക്കണം. ദൈവം നിനക്ക് നല്ലൊരു അവസരം തരിക. അയ്യോ, ഇനി എന്നെ ആരാ മുക്കുന്നത്? ഭാരപ്പെടണ്ട, ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്, നിന്നെ മുക്കാം. എനിക്ക് അന്ന് കുട്ടനാട്ടുകാരനായതുകൊണ്ട് വെള്ളത്തിലും പരിചയമുണ്ട്. അയ്യോ, അയാളുടെ കീഴിൽ പോയി മുങ്ങിയായിട്ട് വെള്ളത്തിൽ വരും, നല്ല പരിചയമാണ് വെള്ളത്തിൽ. നിന്നെ ഞാൻ എന്റെ പരുവത്തിന് കൈകാര്യം ചെയ്ത് മുക്കാം, മുങ്ങിയ ഒക്കും. ചെല്ലി ചോദിക്കാറുണ്ട്, സ്നാനപ്പെട്ടാലേ സ്വർഗത്തിൽ പോവുള്ളൂ? എന്നെ പഠിപ്പിച്ച അധ്യാപകൻ അതിന് മറുചോദ്യം പറഞ്ഞു, ടിക്കറ്റ് എടുക്കാനാണോ വണ്ടിയെ കയറുന്നേ? എനിക്കിന്നൊരു ടിക്കറ്റ് വേണം. അതുകൊണ്ട് ഞാൻ വണ്ടിയെ ടിക്കറ്റ് എടുക്കാനാണോ കയറുന്നേ? അല്ല. എന്നാ വണ്ടിയെ കയറിയാൽ ടിക്കറ്റ് എടുക്കണോ? അതൊക്കെ എടുക്കണം. ചെല്ല് കണ്ടക്ടർ നിൽക്കുന്ന എവിടെയാന്ന് നോക്കാം, അതിന്റെ പുറകെ നിൽക്കും. എന്നിട്ട് അടുത്ത സ്റ്റോപ്പിൽ ചെന്ന് ഒരിക്കൽ നിന്നെ ചക്കര പിടി കൂടും, സൂക്ഷിച്ച നീ വെട്ടിനകത്ത് വീഴും. എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്, പേരൊന്നും പറയുന്നില്ല, സ്ഥലവും പറയുന്നില്ല. പുള്ളിയുടെ കൂടെ യാത്ര ചെയ്താൽ ബസ് വന്ന് നിൽക്കുമ്പോൾ പുള്ളി നോക്കും കണ്ടക്ടർ ഇടാന്ന്. കണ്ടക്ടർ ഫ്രണ്ടിലാന്നേ പുള്ളി പുറകെ കൂടെ കയറും. കാരണം നമ്മളെ ഫ്രണ്ടിൽ കൂടെ കയറ്റി വിടും. മനസ്സിലായി കാണും. കണ്ടക്ടർ പുറകിലാണ് നിൽക്കുന്നെങ്കിൽ പുള്ളി ഫ്രണ്ടിൽ കൂടെ കയറി ചോദിച്ചാൽ കുഞ്ഞ് അതിലേ കയറിക്കോളാം. മനസ്സിലായി കാണുമല്ലോ. മതി, മനസ്സിലായാൽ മതി. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. ബസ്സിൽ കയറുന്നത് ടിക്കറ്റ് എടുക്കാനല്ല, പക്ഷെ കയറിയാൽ ടിക്കറ്റ് എടുക്കണം. സ്നാനപ്പെട്ടാലേ സ്വർഗത്തിൽ പോവുള്ളൂ എന്നല്ല, പക്ഷെ പോണമെങ്കിൽ സ്നാനപ്പെടണം. അപ്പൊ ചില ആൾക്കാര് പണ്ടത്തെ ചോദ്യമാ, അതിനൊക്കെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ഓർപ്പിക്കുക. ചില സമുദായക്കാര് പറയുക, ശിശുസ്നാനം അവര് സ്ഥാപിക്കുന്നത് പറയുന്നത് കുടുംബമായിട്ട് സ്നാനപ്പെട്ടെന്നുണ്ടല്ലോ. ഉണ്ട്. ക്രിസ്മോസും കുടുംബവും, കാരാഗൃഹ പ്രമാണി കുടുംബവും, ലുതിയായും കുടുംബവും ഉണ്ട്. അപ്പൊ ആ കുടുംബത്തിനകത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ കാണുമല്ലോ. 2 മാസവും 6 മാസവും 8 മാസവും കൊണ്ട് കാണും. പിന്നെ കുടുംബമല്ലേ. അപ്പൊ അതിനെ പിടിച്ച് വെള്ളത്തിൽ മുക്കിയോ? ഇല്ല, മുക്കാനൊക്കത്തില്ല. അപ്പൊ പിന്നെ അവരെങ്ങനെയാ സ്നാനപ്പെട്ട കൊച്ചുങ്ങളെ? മുക്കാനൊക്കത്തില്ലല്ലോ. ഒക്കത്തില്ല. ഈ 6 മാസമുള്ള കൊച്ചിനെ മുക്കരുത്, പൊതുക്കടൊന്നും കാണിക്കരുത്. അപ്പൊ പിന്നെ കുടുംബമായി സ്നാനപ്പെട്ടതാണല്ലോ. അതെ. അപ്പൊ പിന്നെ പിള്ളേരെ എങ്ങനെ? പിള്ളേരെ മുക്കിയില്ല, പിന്നെ ഞാൻ ചെയ്ത് കാണും? ഒന്നും ചെയ്തില്ല. അല്ലല്ല, ചെയ്തു, തെളിച്ചു. വിശ്വസിക്കുന്ന കൊച്ചനോടല്ല വിശ്വസിക്കുന്നു. മുതുകി എന്ന കളവൻ വിശ്വസിക്കുന്നു. കൊച്ചോടെ എന്നതാടെ കാണിക്കുന്നേ? അപ്പൊ കുടുംബമായി സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ പിള്ളേരെ മുക്കിയെന്നാണോ? അല്ല, മുക്കത്തില്ല. അപ്പൊ പിന്നെ എന്നാണിത്? തെളിച്ചു. അല്ല. അങ്ങനെ ആണെങ്കിൽ മറുവശം കുടുംബമായിട്ട് പെസക തിന്നുന്നുണ്ട്. കുഞ്ഞാടിനെ തീർച്ചുട്ട് 6 മാസമുള്ള കൊച്ചിന് കൊടുത്തോ? 2 മാസമുള്ള കൊച്ചിന് ഇറച്ചി കൊടുത്തെന്നാണ്. കുടുംബമായിട്ട് പെസക തിന്നെന്ന് പറഞ്ഞാൽ മോണ ഉറച്ചവനും പല്ലുറച്ചവനും ചവച്ച് കടിച്ച് കഴിക്കാൻ പ്രാപ്തിയുള്ളവൻ കഴിച്ചെന്ന അർത്ഥം. കുടുംബമായിട്ട് യുദ്ധത്തിന് പോയെന്നുണ്ട്. 6 മാസമുള്ള കൊച്ചു യുദ്ധത്തിന് പോയെന്ന. അപ്പൊ കുടുംബമായിട്ട് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷാനിർണയം പ്രാപിച്ചവൻ മുങ്ങി എന്ന അതിന്റെ അർത്ഥം. നിനക്ക് ഇന്ന് രാത്രിയിലും വെളിവുണ്ടാകട്ടെ. നാളെ യോഗമില്ല, അതുകൊണ്ടാണ് ഇത് പറഞ്ഞു വിടണം.
ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, പിടിവാശിയോടെ പോകരുത്. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ശരിക്ക് സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. പീലിപ്പോസിനും ഈ തിരുമണി ധാരാളമാക്കി സുവിശേഷം പറഞ്ഞു. സ്നാനപ്പെട്ടു ഷണ്ണൻ സന്തോഷിച്ചാ പോയത്. ഷണ്ണൻ അല്ല നെഞ്ചത്തല ചെണ്ടയമേ ഇതുപോലൊരു ജാതിവാൻ അങ്ങനെ തന്നെ സന്തോഷിച്ചാണ് സ്നാനപ്പെടുത്തിയ പുള്ളിയെ ദൈവം ആത്മാവി പൊക്കി അസ്തോതി കൊണ്ട് നിർത്തി. ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. അപ്പൊ ശരിക്കും സുവിശേഷം ഇത് നമ്മുടെ വിഷയത. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. കേട്ടാലുള്ള ഗുണമെന്ന? ഒന്ന്, ശരിക്കും സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. രണ്ട്, ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. സ്നാനം മാത്രമല്ല, ശരിക്കും സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. ഉദാഹരണം, കൊർന്നല്യോസിന്റെ വീട്ടിൽ പീറ്ററിനെ വിടുക. പീറ്ററിന് പോകാൻ അല്പം മടിയൊക്കെ ഉണ്ട്. മിക്ക പീറ്റർമാർക്കും മടിയാ. താക്കോലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കറക്കും. പീറ്ററിന്റെ ഈ താക്കോലുള്ള കൊണ്ട് ഈ 12 പേര് കൂടുമ്പം ഒരു യഹൂദന്മാരുടെ ഇടയിൽ ഒരു കഥയാ. ഇവര് 12 പേരും കൂടുമ്പം പീറ്റർ ഇടയ്ക്കിടയ്ക്ക് താക്കോല് കറക്കാണ്. കാരണം സ്വർഗരാജ്യത്തിന്റെ താക്കോല് അവിടെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് കമ്മിറ്റി കൂടുമ്പം മറ്റുള്ളവർക്കൊക്കെ അത് ബുദ്ധിമുട്ടായെന്നാണ്. അത് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പിന്നെ പറഞ്ഞെന്നാ അവളുടെ കഥയാണ്. പാരപ്പെടണ്ട, സഭയുടെ താക്കോലേ അവൻ്റെ കയ്യിലുള്ളൂ, മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോല്. അങ്ങനെ അവർക്ക് അതുങ്ങൾക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. എന്തായാലും താക്കോലൊക്കെ കയ്യിലുള്ള ആളാ. പക്ഷെ പുള്ളിക്ക് അല്പം വെച്ചിരുത്തൊക്കെ ഉള്ള ആളാ. പുള്ളി കൊർന്നല്യോസിന്റെ വീട്ടിൽ പോകത്തില്ലെന്ന് ദൈവത്തിന് അറിയാൻ ജാതീയനാ, പോകുകയല്ല. നമ്മുടെ ഇടയിലും അങ്ങനെ ചില ആൾക്കാരുണ്ട്. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകത്തില്ല. ഇനി അഥവാ പോയാൽ അവിടുന്ന് ഭക്ഷണം അതൊന്നും നല്ല സ്വഭാവമല്ല. ഈ കൂട്ടായ്മയിൽ വരുന്ന പ്രിയപ്പെട്ടവരുടെ വീട്ടിൽ പ്രാർത്ഥന വെക്കുമ്പോൾ എല്ലാവരും പോകണം. വലിയവന്റെ വീട്ടിലാണെങ്കിലും ചെറിയവന്റെ വീട്ടിലാണെങ്കിലും ഇടത്തരക്കന്നത് പോയേ ഒക്കൂ. അല്ല, നീ ഈ കൂട്ടായ്മ നിൽക്കരുത്, നീ വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത്. മതിയിരുന്ന് മെനക്കെടരുത്. അത് ചിലപ്പോൾ സാമ്പത്തികം ഉള്ളവനായിരിക്കും, ഇല്ലാത്തവനായിരിക്കും. നിറം കാണും, നിറം കണ്ടെന്ന് വരികയല്ല. ഭഗത്ത് തരംതിരിവ് പാടില്ല. അവിടെ പോണം. അവര് തരുന്ന ഭക്ഷണം സന്തോഷത്തോടെ തരുന്നതല്ലേ, അതിൽ ഭാഗവ കാണണം. ചില രോഗികളുണ്ട്, എല്ലാ ഭക്ഷണവും അവർക്കൊക്കത്തില്ല. അത് നമുക്കറിയാമല്ലോ. അന്നേരം രോഗമുണ്ടെന്ന് അഭിനയിക്കരുത്. അങ്ങനെയുള്ളവരും ഉണ്ട്. അമ്മാമ്മ എനിക്ക് ഇന്നലെ മുതൽ നീ കള്ളത്തരമെല്ലാം പറഞ്ഞ അവസാനം മെഡിക്കൽ കോളേജ് ഇങ്ങനെ ആമ്പലിന്റെ വള്ളി എല്ലാം കൂടിയിട്ട് കിടക്കുമ്പോൾ അമ്മച്ചി എന്നാ ഉണ്ട്? ചായ തരാൻ. തള്ളേ വിളച്ചിലെടുക്കരുത്, അതായി പറഞ്ഞത്. സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. വേറെ പാടില്ലെന്നായി പറഞ്ഞേ. അയ്യോ, ഏറെ പറിക്കവൻ ഏറെയും കുറേ പറിക്കവന് കുറയും കണ്ടില്ല. ഇതാ പുസ്തകത്തിലെ പ്രമാണം. പത്രോസിന് ഇങ്ങനെ ചില സൂക്കേടൊക്കെ ഉണ്ട്. നമ്മുടെ ഇടയിലും ഉണ്ട് ചില പത്രോസന്മാര്. കഴിക്കുകയല്ല, അന്നൊരു പ്രത്യേക ഉപവാസമാണ്. തീർന്ന ഉടനെ മാപ്പിളയും പെമ്പിളയും കൂടെ പറയാം ഞങ്ങൾ പോവാം. അമ്മ കഴിച്ചു. ഉപവാസം. ഒന്നെങ്കിൽ പോകുന്ന വഴിക്ക് ഹോട്ടലിൽ കയറും, ഇല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് നല്ല പന്നി തിന്നുമ്പോലിരുന്ന് നമ്മുടെ ഈ വെള്ളച്ചിലൊക്കെ ദൈവം കാണുന്നുണ്ടെന്ന് ഓർത്തോണം. അല്ല, ഇനി മറുവശമുണ്ട് കേട്ടോ. മറുവശം എല്ലാം പറയണം. പിന്നെ വിശ്വാസികളാണേലും ഇപ്പം വലിയ വിഭവസമൃദ്ധമായിട്ടൊന്നുമില്ല. ഇച്ചിരി ചോറും ഒരു ചമ്മന്തിയേ ഉള്ളു, മതി. പക്ഷെ ചമ്മന്തി ആയിരിക്കണം, വൃത്തിയുള്ള പാത്രത്തിൽ എടുക്കണം. നീ ഉമ്മ അവിടെ ഇവിടെ എല്ലാം ചൊറിഞ്ഞ ചമ്മന്തി എടുത്തോണ്ട് വരരുത്. അയ്യോ, ഞാൻ തമാശ പറഞ്ഞതല്ല. പണ്ടൊരു മാസയോഗം നടക്കുക. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ഒരപ്പച്ചൻ കുശിനിയാ, ഭയങ്കര കുശിനിക്കാരനാ. അപ്പം
ആൾക്കാരെല്ലാം ഹാളിലിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് കുശിനി അടുത്തായതുകൊണ്ട് വെളിയിരിക്കുന്നവർക്ക് കാണാം അവിടെ ജോലി ചെയ്യുന്നത്. അന്നേരം അതിൽ ഒരാൾ കണ്ട് ഈ അപ്പച്ചൻ അപ്പച്ചനൊന്ന് കൈ കൊണ്ടൊന്ന് ചൊറിഞ്ഞു. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് ആ കൈ കൊണ്ട് തന്നെ അപ്പച്ചൻ കടുക് എടുത്ത് പിന്നെ കടുക് താളിക്കുന്നതിന് മുന്നേ ഒന്ന് ചൊറിഞ്ഞതാ. കടുക് പൊട്ടണ്ടായോ? ഈ ബോധമില്ലാത്ത കളവനെ ഇത് ഏൽപ്പിക്കാവോ? അല്ല, ചൊറിച്ചു വരുമ്പോ പിന്നെ ചൊറിയാ തന്നെ കാറുവോ? ചൊറിയണം. ചൊറിഞ്ഞേച്ച് കൈ ഒന്ന് കഴുകണം. കഴുകണം. ഇത് ആളിന്റെ പുറകെ ഇരുന്നവര് കണ്ടു. അവരന്നേരം പാസ് ചെയ്തു. ഈ മൂപ്പിലെ ഇങ്ങനെ ചെയ്തെന്ന് ഒരെണ്ണം കഴിച്ചില്ല. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല. അത് വേറും വൃത്തിയും വേണം. ഞാൻ പറയാനുണ്ട്, ചമ്മന്തി മതി. പക്ഷെ അത് ചമ്മന്തി ആയിരിക്കണം. അതിന് ചമ്മന്തിയുടെ മണമേ വേറെ മണമൊന്നും. എന്നെ എല്ലാവർക്കും ഒരു സങ്കടം പോലെ. നമുക്ക് അലൂമിനിയ പാത്രമേ ഉള്ളൂ, ഫോറിൻ പ്ലേറ്റ് ഒന്നുമില്ല. വേണ്ട, അലൂമിനിയ പാത്രം. എന്തുവാ രണ്ടുപേരുടെ അടുത്ത് പറയുന്നത്? എന്നെ ഏതാണ്ട് പറഞ്ഞു. എന്തോ പറഞ്ഞു? എനിക്ക് ദോഷം വല്ലതും ആണോ? എന്നാ കുഴപ്പമില്ല, രണ്ടുപേരും പറഞ്ഞു. വൃത്തി വേണം. അലൂമിനിയ പാത്രമാ മതി. പക്ഷെ അത് ചാരോ സോപ്പ് ഉണ്ടെങ്കിൽ സോപ്പ് ഇടാതിരിക്കുന്ന ചാരമാണ് നല്ലത്. പഴയ അമ്മമാരങ്ങനല്ലേ, ചാരവിട്ട് നന്നായിട്ട് തേച്ച് കഴുകി. ഞാൻ ഈ ഹൈ റേഞ്ചിലൊക്കെ മിക്കടത്ത് ഇപ്പോഴല്ല നേരത്തെയൊക്കെ വരുമ്പം ശ്രദ്ധിച്ചിട്ടുണ്ട്. അയ്യോ, പാത്രമൊക്കെ അങ്ങോട്ട് കഴുകാലോ, എന്നെ തിളക്കമാണ്. അതിനെന്നറിയാം, നല്ല ചാരവിട്ട്. ഇപ്പൊ ചാര എന്ത് ചെയ്യുന്ന പോലും പെണ്ണുങ്ങൾക്ക് ചാരം. ഇപ്പൊ എല്ലാം വെടിവെക്കുമ്പോ കത്തിക്കല്ലേ. ആരോട് ചാരം പറയാൻ? അത് എന്തെല്ലാം വൃത്തിയാണെന്നറിയാമോ? ആ അലൂമിനിയം കലത്തിനകത്ത് ആ ഓലിന്ന് കൊണ്ടിരുന്ന വെള്ളം കോരി വെച്ചോ, നല്ല മുഖം കാണാം അല്ലേ? മതി, അലൂമിനിയം പാത്രമാ മതി. പക്ഷെ വൃത്തിയായിരിക്കണം. വൃത്തി വേണം. വൃത്തികേടായിട്ട് കൊടുത്താൽ ആരും കഴിക്കുകയല്ല. വൃത്തി ഉണ്ടായിരിക്കണം. നമ്മുടെ സാഹചര്യം അതാ. പക്ഷെ അത് വീടും ഒരു മുറിയേ ഉള്ളു, മതി. തൂത്തുവാരണം. വേണ്ടേ? തൂത്തുവാരണം. വൃത്തിയായിരിക്കണം. ഭക്ഷണം കൊടുക്കുമ്പോൾ അതെല്ലാം നല്ല നീറ്റായിരിക്കണം. ഉള്ള പാത്രത്തിൽ ഉള്ള വൃത്തിയായിട്ട് ചെയ്യണം. അത് അബ്രഹാമിന്റെ വീട്ടിൽ 3 ദൂതന്മാർ വൃക്ഷത്തിന്റെ ചുവട്ടിലായിരിച്ചത്. ആ വൃക്ഷത്തിന് ചുവട്ടി ഇരുത്താൻ കൊള്ളായിരുന്നു. തള്ള രാവിലെ അല്ലെ വേലക്കാരോ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി. അതുകൊണ്ടാണ് അങ്ങോട്ട് പിടിച്ചിരുത്തിയത്. നിന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന വൃക്ഷത്തിന് ചുവട്ടി ഇരുത്താൻ പറ്റുമോ? മുറുക്ക് തൂപ്പി ആരെ പിടിച്ചെടുത്താനോ? നീ തന്നെ ഇരിക്കുന്നില്ലല്ലോ. എല്ലാം നീറ്റായിരിക്കണം. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പത്രോസിന് ഇങ്ങനെയുള്ള ചില ദീനമൊക്കെ ഉണ്ട്. കൊർന്നേലിയോസിന്റെ വീട്ടിൽ പോകത്തില്ല. അതുകൊണ്ട് തമ്പുരാൻ തുപ്പട്ടി ഇറക്കി ദർശനം കാണിച്ചു. പണ്ടൊരാൾ വായിച്ചു, പത്രോസിന് തീപ്പട്ടി കാണിച്ചെന്ന്. ഒന്നുകൂടെ വായിക്കാൻ പറഞ്ഞപ്പോ തേപ്പൊട്ടി കാണിച്ചു. അപ്പൊ തേപ്പൊട്ടിയും തീപ്പട്ടി ഒന്നില്ല, അതിനാ തുപ്പട്ടി കാണിച്ചു. ഇതെന്തിനാന്ന് ചോദിച്ചാൽ സകല നാൽക്കാലി ഇഴജാതിയല്ല അറുത്ത് ഭക്ഷിക്കാൻ പത്രോസ് പറഞ്ഞു, ഞാൻ അശുദ്ധവും മലിനമായതൊന്നും. അപ്പൊ തമ്പുരാന്റെ പദം പറഞ്ഞു, ഞാൻ വിശുദ്ധമെന്ന് എണ്ണിയതിനെ, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈദ്യനെയും ദൈവം ശുദ്ധീകരിച്ചതാണ്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഓരോ വ്യക്തികളെയും അവിടുന്ന് ശുദ്ധീകരിച്ചിരിക്കുക. ആ വ്യക്തിയെ നീ മലിനമെന്ന് എണ്ണരുത്. സ്തോത്രം. ആക്ഷേപിക്കരുത്. ചില പറയുന്നില്ലയോ, അവരും പെന്തിക്കോസില്ല, മറ്റേതാ. ദൈവം നിന്നെ പിടിക്കും. തിരിച്ചും പറയരുത്, അന്യോന്യം പറയരുത്. നമ്മളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണണം. ഓരോ ദൈവഭക്തരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാ. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രധാനമുള്ള ശ്രേഷ്ഠന്മാരെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രേഷ്ഠരാ.
എല്ലാവർക്കും വിലയുണ്ട്. ദൈവത്തിന് മഹത്വം. അത് ഓടിച്ചങ്ങ് നിർത്താം. കർത്താവിന് മഹത്വം. ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ നടക്കുന്ന സംഭവങ്ങളാ. അങ്ങനെ പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കൊർന്നല്യോസ് പറഞ്ഞു, വന്നത് ഉപകാരം, നീ വന്നല്ലോ, വന്നു, ഞങ്ങളെല്ലാരും കൂടെ ഉണ്ട്. ആയിക്കോട്ടെ. പത്രോസ് വാ തുറന്നു. അങ്ങനെ എഴുതിക്കുന്ന പത്രോസ് വായ തുറന്നു. വാ തുറക്കണം. രണ്ട് കാര്യത്തിനെ ചെല്ല് തുറക്കുള്ളൂ. ഒന്ന് നുണയും കൊതിയും പറയാൻ. രണ്ട്, ഇതിനു വേണ്ടി മാത്രം വാ തുറക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു കാര്യം പറയാം. കഴിക്കാൻ അല്പം പുറകോട്ടാണെങ്കിലും സ്വന്തം നീ ദൈവത്തെ സ്തുതിക്കാൻ നാവ് ഉപയോഗിക്കണം. എന്റെ നാവ് നിന്റെ സ്തുതിയെ വർണ്ണിക്കുമെന്നാ. ദൈവം നിനക്ക് ആരോഗ്യം തന്നു, ദൈവം നിനക്ക് ആയുസ് തന്നു, ദൈവം നിനക്ക് ബലം നൽകി. നിന്റെ സമപ്രായക്കാർ മിടുക്കന്മാരൊക്കെ മൺമറഞ്ഞപ്പോൾ ഇന്ന് രാത്രിയിലും ആയുസോടെ വരുവാനും ഇരിക്കുവാനും ആരാധിപ്പാനും ദൈവം നിനക്ക് സാവകാശം നൽകി. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. നിങ്ങളെ അന്റെ എരുമേലിലോട്ട് ചെന്ന സമയത്ത് എന്തോ ശക്തിയോടാ നിങ്ങൾ തുള്ളുന്നേ. എന്തോ ശക്തി. അങ്ങനെയെങ്കിൽ സത്യദൈവത്തെ ആരാധിക്കുന്ന നീയെ എത്ര ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഈ നാവിന് ദൈവം നമുക്ക് വലിയ കുഴപ്പമില്ലാതല്ലയോ ദൈവം ഇതുവരെ. ഈ നാക്കിനും പല്ലിനും വായിക്കും ഒക്കെ വലിയ കുഴപ്പമില്ലാതെ കവള് നിറച്ചല്ലേ കഴിക്കുന്നത്. കഴിച്ചു ആ കവള് നിറച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക, ദൈവത്തെ സ്തുതിക്കുക. ഞാൻ എന്റെ ശബ്ദം ഉയർത്തി എന്റെ ദൈവത്തോട് ഉറക്കെ വിളിക്കുക. അടങ്ങിയിരിക്കരുത്. കാരണം പോലെ നിന്റെ ശബ്ദം ഉയർത്തി അവൻ ഇന്ന് രാത്രിയിലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. വാ തുറന്ന് വചനം പറഞ്ഞു. പത്രോസ് ഇങ്ങനെ വചനം പറഞ്ഞു. ഇനി 44 വായിച്ചേ. 44 ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. എന്ന് പറഞ്ഞാൽ സുവിശേഷം ശരിക്ക് കേട്ടാൽ, സുവിശേഷം ശരിക്ക് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുണ്ടാകും. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല് അഭിഷേകം പ്രാപിക്കും, അഭിഷേകം പ്രാപിക്കും. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടും. ഇന്ന് രാത്രിയിൽ ബലഹീനതകളെ മാറ്റുന്ന ദൈവത്തിന്റെ ശക്തി, ഞങ്ങളുടെ പോരിന്റെ ആയുധം ഘടകമല്ല, വാർത്തകളെ ഇടിക്കുന്ന ശക്തി, അവയാ ഞങ്ങളുടെ സങ്കല്പങ്ങൾ, വിചാരങ്ങൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന സകല വിചാരങ്ങളെ പിടിച്ചെടുക്കുക. എനിക്ക് ഈ സ്റ്റേജിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങണമെന്നുണ്ട്. പക്ഷെ ഇത്രയും പൊക്കി വെച്ചതുകൊണ്ട് ഇന്നലെ ഞാൻ പിന്നെ അങ്ങോട്ട് ആടിയതാ. ഇന്ന് ഇങ്ങനെ അടുത്ത പ്രാവശ്യം ചെയ്തിട്ട് നടക്കാൻ ഈ പ്രാവശ്യം ആട്ടെ. എന്നാലും ദൈവം സഹായിക്കട്ടെ. എനിക്കങ്ങ് ചാടി വരാൻ തോന്നുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ശരിക്കും സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. അഭിഷേകം പ്രാപിക്കണം. സഭയിലുള്ള എല്ലാരും അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിക്കാത്തതിനൊന്നും സെക്രട്ടറി ആക്കരുത്. ചില സഭയിൽ ചെല്ലുമ്പോ വന്ന് പറയാ ഞാൻ സെക്രട്ടറി, 2 പേനായും. നീ അഭിഷേകം പ്രാപിച്ചു. സെക്രട്ടറി ആണെങ്കിലും കൊള്ളാം, ട്രഷറർ ആണെങ്കിലും കൊള്ളാം, കമ്മിറ്റി ആണെങ്കിലും കൊള്ളാം, അഭിഷേകം പ്രാപിക്കണം. പെന്തിക്കോസ് എന്തേലും വല്ലതും വളർന്നിട്ടുണ്ടോ, അല്ലെ പണത്തിന്റെ ബലം കൊണ്ടോ, അവൻ വിശ്വാസത്താൽ അവൻ നിറഞ്ഞ അഭിഷേകം പ്രാപിച്ച, അഭിഷേകത്തിൽ നിറഞ്ഞ ദൈവമക്കളുള്ളത് കൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും പ്രസംഗിച്ചപ്പോ പറഞ്ഞു, സ്വന്തം ആഭിചാരവും മന്ത്രവാദവും ഒക്കെയുള്ള വീടുകളിൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ചെന്ന് സകല കെട്ടും പൊട്ടും. ചെല്ല് പറയാ, നിന്റെ വീട്ടിൽ ആഭിചാരമുണ്ട്, ക്ഷുദ്രമുണ്ട്, മന്ത്രമുണ്ട്, അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ, അതുകൊണ്ട് ലിസ്റ്റ് കൊടുത്തിരിക്കുക. ലിസ്റ്റ് ഭയങ്കര ലിസ്റ്റാ. ഇതെന്നെ എവിടെ പോകുന്നു, മേടിക്കാൻ പോവാ. എന്നെ അത് മന്ത്രവാദി പറഞ്ഞു, ഇതെല്ലാം കൂടെ കോഴിത്തല വേണം, അത് വേണം, കുന്തം വേണം, കോടാലി വേണം, അയക്കും വേണം. ഞാനൊരു കാര്യം പറയാം. ആഭിചാരത്തിന്റെ മന്ത്രവാദത്തിന്റെ ശക്തികൾ നിന്റെ വീട്ടിലുണ്ടെന്ന് തോന്നുകയോ പറയുകയോ ചെയ്താൽ നീ ഒന്നും കൊണ്ടുവരണ്ട. അഭിഷേകം പ്രാപിച്ച 10 ദൈവമക്കൾ നിന്റെ വീട്ടിൽ വന്ന്
ഞങ്ങൾക്ക് വലിയ കസേരയും മെത്തയൊന്നും വേണ്ട. ചിലപ്പോ ചണച്ചാക്കായിരിക്കും മതി, ചണച്ചാക്ക്. ഇത് ചിലപ്പം പരമ്പായിരിക്കും. അത് ചിലപ്പം കുരുമുളക് ഉണങ്ങി എല്ലാം പൊടിഞ്ഞോ കീറിയതാ മതി. ഇനി ഒന്നുമില്ലേല് ഞങ്ങൾ അങ്ങോട്ട് വന്ന് മുഴങ്കാലം അടക്കും. ചിലപ്പോ ഒരു വശം പൊട്ടിയ തമ്പകളായിരിക്കും. അതൊക്കെ അങ്ങോട്ട് എടുത്തു വെച്ച് ഞങ്ങള് പ്രാർത്ഥിച്ച് അങ്ങോട്ട് ആത്മാവിലൊന്ന് നിറഞ്ഞ് രണ്ട് ശീല പാട്ടുമൊക്കെ പാടി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ സകല കെട്ടും പൊട്ടുമെന്നായി പറഞ്ഞത്. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആവിചാരത്തിന്റെ മന്ത്രവാദത്തിന്റെ ദേശത്തിന്റെ ശക്തികളെ കീഴടക്കുന്ന ദൈവാത്മാവിന്റെ ഇന്ന് രാത്രി ആവിചാരത്തിന്റെ ശക്തികള് ദൈവം അടിക്കാൻ പോവുക. ഇന്ന് രാത്രി മന്ത്രവാദത്തിന്റെ ശക്തികള് ദൈവം അടിച്ചു മാറ്റാൻ പോവുക. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന്റെ മകത്തിൽ ഇന്ന് രാത്രി കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തി, നിന്റെ കുടുംബത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി ദൈവം പൊട്ടിക്കുന്ന രാത്രിക. മന്ത്രവാദത്തിന്റെ ശക്തികൾ സൂത്ര ശക്തികള് ഇന്ന് രാത്രി ദൈവം അടിച്ചു മാറ്റുന്ന രാത്രി. വിശ്വസിക്കുന്നവർ ഈ രാത്രി ദൈവത്തിന് മകത്വം കൊടുക്കുക. ദൈവപുത്രന്റെ ശക്തി ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് ദൈവം ഇന്ന് രാത്രി ദൈവ പൈതലെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി ദേശം വിടുവിക്കപ്പെടട്ടെ. ഈ ദേശം ഇന്ന് രാത്രി വിടുവിക്കപ്പെടട്ടെ. അന്ധകാരത്തിന്റെ കോട്ടകള് ഇന്ന് രാത്രി ദൈവാത്മാവ് അടിക്കുക. മൗനമായിരിക്കരുത്, മൗനമായിരിക്കരുത്. അർത്ഥം കൊടുക്കുക. യേശുവിന്റെ നാമത്തിൽ ആവിചാരത്തിന്റെ മന്ത്രഭാരത്തിന്റെ ശക്തി ഇന്ന് രാത്രി അടിയുമാണ് പടികട്ടെ. സാത്താന്റെ ദൈവപുത്രന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പോലെ മരിച്ചു പോകരുത്, പോകരുത്. രോഗശാന്തി ഇന്ന് രാത്രി രോഗബന്ധങ്ങൾ ഇന്ന് രാത്രി അടിയട്ടെ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ഒഴുകട്ടെ. ഒഴുകിച്ചെന്ന് ചലിക്കുന്ന പ്രാണികൾ ജീവിച്ചിരിക്കും. ദൈവത്തിന്റെ മഹത്വം ദൈവാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ കുടുംബത്തിന്റെ തകർച്ചകൾ ഇന്ന് രാത്രി ദൈവം മാറ്റും. നിന്റെ തലമുറകളുടെ മേൽ ബന്ധിച്ച ബന്ധനങ്ങൾ ഇന്ന് രാത്രി ദൈവം അടിക്കും. നിന്റെ ഭാവിക്കെതിരെ, നന്മയ്ക്കെതിരെ, ആയുസ്സിനെതിരെ, ആരോഗ്യത്തിനെതിരെ, പ്രേരണനെതിരെ, ജീവിതത്തിനെതിരെ ഇന്ന് രാത്രി ദൈവാത്മാവ് അടിച്ചു മാറ്റുക. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ശരീരത്തിൽ ശിരസ്സോദന പ്രാണത്തിന് ദൈവശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ആ അസ്ഥിക്കകത്ത്, ധമനിക്കകത്ത്, ഞരമ്പിനകത്ത്, രക്തത്തിനകത്ത് കുതിരിക്കുന്ന രോഗപീഠങ്ങൾ ഇന്ന് രാത്രി ഉരുകി മാറട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം,
മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, നസറേയനാകുന്ന യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ക്യാൻസറുകൾ മാറട്ടെ, ബ്രെയിൻ ട്യൂമർ മാറിപ്പോകട്ടെ, ഉദര സംബന്ധമായ രോഗങ്ങൾ മാറട്ടെ, കുറ്റചക്രികൾ മാറിപ്പോകട്ടെ. ചില ഭവനങ്ങളിൽ എന്തിനകത്ത് വിടുതൽ, ജീവിതങ്ങളുടെ മേൽ രോഗം കിടക്കുന്നതിന്റെ മേൽ തീരത്തിൽ കിടക്ക മാറ്റി വിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. ഓ, രോഗശാന്തിക്കും ആരോഗ്യത്തിന്റെ അവകാശമാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ വിടുവിക്കുന്ന യഹോവ. യഹോവ നമ്മുടെ അകൃത്യമൊക്കെ ബോധിക്കും, രോഗത്തെ സൗഖ്യമാക്കും, സൗഖ്യമാക്കുന്ന യഹോവ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. കരമയ്യാത്ത ദൈവത്തെ സ്തുതിക്കാം. വേഗത്തിൽ നിർത്താം. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആഭിചാരവും മന്ത്രവാദവും ശുദ്ധവും ഒക്കെയുള്ള വീടുകളിലെ ഈ കോഴിത്തലയും കൊടുക്കണ്ട, ആടിന്റെ തലയും കൊടുക്കണ്ട, അവരെഴുതി തന്നതെല്ലാം ഒന്നും വേണ്ട, സ്വോത്ര കാഴ്ചയും തരണ്ട, അഭിഷേകം പ്രാപിച്ച 10 എണ്ണം മതി. നിന്റെ വീട്ടിൽ വന്നിരുന്ന് വട്ടമിട്ട് പാട്ട് പാടി പ്രാർത്ഥിക്കും, അന്യഭാഷ പറഞ്ഞ് ആരാധിക്കും, സകല കെട്ടും ദൈവം പൊട്ടിക്കും. അനുഭവിക്കുന്നവർക്ക് അനുഭവിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കും. ഒരു സംഭവം പറയാം, ഒരു സംഭവം. നമ്മുടെ ഒരു ദൈവദാസൻ വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം പട്ടണത്തിൽ നിൽക്കുക. അപ്പോൾ കോഴിക്കോട്ടുകാരൻ ഒരു മുസ്ലിം സഹോദരൻ വന്ന് പരിചയപ്പെട്ടു. അപ്പം ഇവര് തമ്മിൽ പരിചയപ്പെട്ടപ്പം ഉപദേശിയാണെന്ന് പുള്ളിക്ക് പിടികിട്ടിയില്ല അന്നാണ്. അപ്പൊ ഇവര് തമ്മിൽ പരിചയപ്പെട്ടപ്പോ ഈ ഉപദേശി പുള്ളിയോട് ചോദിച്ചു, പേരെന്നാ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പേര് അബ്ദുള്ള. ഓ, എവിടാ വീട്? കോഴിക്കോട്. എങ്ങോട്ട് പോകുന്നു? കാഞ്ഞിരപ്പള്ളിക്ക്. എന്താ ഈ സന്ധ്യയായപ്പം? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, അദ്ദേഹം പറഞ്ഞു അവിടെ ഒരു പരിപാടി ഉണ്ടെന്ന്. അപ്പം ചോദിച്ചു, അതിന് പോയതാണോ? പോവുക. അപ്പൊ ഇവര് കുറച്ചുകൂടെ ലോക്യമായി. അപ്പൊ ചോദിച്ചു, എത്ര ദിവസമുണ്ട്? ഒറ്റ രാത്രി. രാത്രിയിൽ ഒരു ചെയ്ത്തുണ്ടെന്ന്. രാത്രിയിൽ ഒരു ചെയ്ത്ത് അതിന് കോഴിക്കോട്ടിൽ നിന്ന് വരുത്തിയിരിക്കുക. അപ്പൊ ചോദിച്ചു, എന്തുവാ റേറ്റ്? 5. അന്നത്തെ കാലത്ത് 5000, 10-30 കൊല്ലം മുമ്പാ 5. ഓ, അപ്പൊ ഇവര് കുറച്ചുകൂടെ ഉപദേശിയാണെന്നും പിടികിട്ടിയില്ല. അപ്പം അദ്ദേഹം പറഞ്ഞതാ, നിങ്ങൾ എങ്ങനെയാ ഇത് ചെയ്യുന്നേ? അപ്പൊ അദ്ദേഹം പറഞ്ഞെന്ന്, അതെ, ജിന്നിനെ വിട്ടാ ചെയ്യിപ്പിക്കുന്ന. ജിന്ന് എനിക്കിതൊന്നും അറിയാൻ മേല എന്നതാന്ന് പറഞ്ഞുള്ള അറിവാ. ജിന്ന്, ചിന്നയല്ല, ജിന്ന്. അപ്പം ജിന്നിനെ വിട്ടാ ഇത് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഈ ഉപദേശി ചോദിച്ചു, ജിന്നിന് അത്ര ശക്തി ഉണ്ടോ? അപ്പൊ പുള്ളി പറഞ്ഞു, ഭയങ്കര ശക്തിയാന്ന് പറഞ്ഞു. അപ്പൊ ഉപദേശി ചോദിച്ചു, കടമറ്റത്ത് കത്തനാര് എങ്ങനുണ്ട്? ഓ, കത്തനാര് ജിന്നിന്റെ മുന്നിൽ വന്നു. പിന്നെ പുള്ളി 3-4 പേരുടെ പേര് പറഞ്ഞു. അതെല്ലാം ഞാനിപ്പോ പറയുന്നില്ല, വെറുതെ എന്തിനാ പുറകിരിക്കുന്ന ഒരു തല്ല് കൊള്ളുന്നേ. അതോ പറയണോ? വേണ്ട, വേണേ തല്ല് കൊള്ളിക്കാം. അപ്പൊ പുള്ളി വേറെ കുറെ പേരുടെ പേര് പറഞ്ഞു. അവരൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. അവരൊന്നും ജിന്നിന്റെ മുന്നിൽ ഒന്നുമില്ല, അത്രയ്ക്ക് ശക്തനാ ജിന്നെ. ജിന്നിനെ വിട്ട് ഞങ്ങൾ അത് ചെയ്യിപ്പിക്കും, ഇത് ചെയ്യിപ്പിക്കും, തകർത്ത് കളയും, ബിസിനസ് മുടിച്ച് കളയും, അപ്പിടി ചെയ്യും, ഇപ്പിടി ചെയ്യും, അത്രയ്ക്ക് ശക്തനും ഭയങ്കരനുമാ, ആർക്കും അടക്കാനൊക്കത്തില്ല. ഇതെല്ലാം പറഞ്ഞേച്ചേ ഈ മനുഷ്യൻ ഇദ്ദേഹത്തോട് പറഞ്ഞെന്നാ പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഭാഷയാണ്. ഈ ബെന്തിക്കോസുകാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഞങ്ങളുടെ അവിടെ അധികം ഇല്ല, പക്ഷെ ഈ ഏരിയയിലൊക്കെ ഒത്തിരി ഉണ്ട്. കോട്ടയം, കുമ്പനാട്, റാന്നി, കോന്നി, കൊട്ടാരക്കര, പിന്നെ തൃശ്ശൂർ ചില ഭാഗം, നെല്ലിക്കുന്നം, അങ്കവാലി ഭാഗം, ആൽപ്പാറ, വെലങ്ങന്നൂര്, കുന്നംകുളം, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കോട്ടയം, അതിനോട് പ്രാന്തപ്രദേശങ്ങൾ, പിന്നെ കുമ്പനാട്, റാന്നി, കോന്നി,
കൊട്ടാരക്കര, അടൂര്, ഈ ഏരിയയിലൊക്കെ ഉണ്ട്. പുള്ളി പറഞ്ഞ ഭാഷയാ. കാതും കഴുത്തും പറിച്ച കുറെ പെണ്ണുങ്ങളും മീശ പഠിച്ച കുറെ. ഇപ്പൊ അതും പറയാനൊക്കത്തില്ല, എല്ലാം തൂക്കിയിട്ടുണ്ട്. ജീസസ്, മടത്തുള്ളി കമ്മല, ജീസസ്. എന്നാ അവിടെ ഇരുന്ന് പറയാനെല്ലാം പറയുന്നു. പ്രസംഗം കൊള്ളുകയല്ലെന്നായിരിക്കും. ഇതുവരെ പറഞ്ഞില്ലെന്നോ? അതാ എന്നാ ചെയ്യാ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് കടമെടുത്ത് കഴുത്തും പറിച്ച കുറെ പെണ്ണുങ്ങളും മീശ പഠിച്ച കുറെ ആണുങ്ങളും ഉണ്ട്. യവന്മാർ ഇങ്ങോട്ട് വന്ന് ഞങ്ങളിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന വീടുകളിലെ സ്ഥലത്തും വന്ന് ഒരു പഴയ തമ്പാറും ഒക്കെ ആയിട്ട് വന്ന് മുട്ടയിലിരുന്ന് പുള്ളിയുടെ ഭാഷ 2 ശീലി പാട്ടുമൊക്കെ പാടി കൈയൊക്കെ ഉറക്കെ അടിച്ച് ചേതാണ്ടെല്ലാം വിളിച്ചു പറയുമ്പം ജിന്നിന്റെ ശകല ശക്തിയും കെടുക. ഇതാ പെന്തിക്കോസാരാധനയുടെ മഹത്വം. ദൈവത്തിന് എനിക്ക് എല്ലാം ഒന്നും തെളിച്ചു പറയാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞ കാര്യമല്ല, ആ സഹോദരൻ പറയുക. ഞങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ചിടത്തൊക്കെ എന്റെ ഭാഷ ഞാൻ പറയാ. ഞങ്ങളെ കാണാൻ വലിയ ചേതവും ചെമ്മാന്തരവും ഒന്നുമില്ല. കണ്ണുമൊക്കെ കുടിഞ്ഞ് സ്വന്തം കവിളുമൊക്കെ കൊട്ടി. എന്റേതല്ല, ഇവിടെ ഇരിക്കുന്നവരുടെ അതുപോലെ കഷ്ടപ്പാടാ. മൂക്കിൽ നിന്ന് കണ്ണിൽ പോണേ ഓട്ടോ പിടിക്കണം. ആണ്ടിരിക്കുന്നത് കാണാനൊന്നും വലിയ ചതവൊന്നുമില്ല. വലിയ കുടുംബശ്രേഷ്ഠതയൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. പകലോ മറ്റോ അല്ല. ശങ്കരിപുരിയും കാളികാവും സിറിയയെന്നും ഉറകായിന്നും കിറിയെന്നും വത്തിക്കാനിന്നൊന്നും വന്നതല്ല. എല്ലാം ഹൈ റേഞ്ചിലുള്ളതാ. ദൈവത്തിന് മകത്ത് കാണാൻ വലിയ ചന്തമൊന്നും ഞങ്ങളെ കണ്ടാലില്ല. ദൈവത്തിന് മകത്ത് വലിയ ഫിഗർ ഒന്നുമില്ല. തേണ്ടിരിക്കുന്ന പാവം പിടിച്ച അമ്മമാര്, തേണ്ടിരിക്കുന്ന പാവം പിടിച്ച പിതാക്കന്മാര്, വലിയ കുടുംബശ്രേഷ്ഠതയും വിദ്യാസമ്പന്നതയും ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾ അഭിഷേകം പ്രാപിച്ചവരാ. അവൻ പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്നവരാ. അങ്ങനെയുള്ള ശക്തികളും മന്ത്രവാദത്തിന്റെ കേട്ടുകളിലുള്ള ഇടങ്ങളിലും കൊണ്ട് ചെന്ന് മുടങ്കാലം അടക്കി 2 ശീലി പാട്ടുപാടി പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തെ ആരാധിച്ചു കഴിയുമ്പോൾ 4-ാം വേദക്കാരന്റെ കെട്ടുപൊട്ടും. സകല കെട്ടും പൊട്ടും. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി മന്ത്രവാദത്തിന്റെ ശക്തികള്, ദേശത്തിന്റെ പേരുകള് തലത്തിനോട് തറവാനും തെക്കിനോട് തടുത്തു വെക്കരുതെന്ന് അരുളി ചെയ്ത ദൈവാത്മാവിന്റെ വ്യാപാര ശക്തി ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ വ്യാപാരം. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി സകല കെട്ടുകളെയും പൊട്ടിക്കും. നീ 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, ഒരു ഭൗതിക വസ്തുക്കൾ കൊണ്ടുവരണ്ട. യേശുവിൽ വിശ്വസിച്ച് ഇന്ന് രാത്രി മുടക്കാലം മുടക്കിയാൽ മന്ത്രവാദത്തെയും ശുദ്രശക്തികളെയും മാറ്റി ഇന്ന് രാത്രി ദൈവത്തിന്റെ വിടിവിക്കുന്ന രാത്രിയാ. എന്തുവായി സമയം? 9 9:30 മതിയല്ലോ. ഇത് മതി. ഓടിച്ചങ്ങ് അവസാനിപ്പിക്കുക. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? രക്ഷിക്കപ്പെടാൻ. ആരാ കേൾക്കണ്ടേ? സകല എണ്ണവും കേൾക്കണം. കേട്ടാലുള്ള ഗുണം എന്നാ? കേട്ടാലേ മാനസാന്തരം ഉണ്ടാകും. 2 സ്നാനം നടക്കും. 3 അഭിഷേകം പ്രാപിക്കും. അതോടുകൂടി സകല കെട്ടും പൊട്ടും. മാത്രമല്ല സുവിശേഷം ശരിക്കും പറഞ്ഞാൽ അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ ഇതിനകത്ത് വേർപാടുപദേശമുണ്ട്. അതുണ്ട് വേർപാട്. 2:40 വായില്ല. അപ്പോസ്തല പ്രവൃത്തി 2:40. ഏതായാലും പറഞ്ഞല്ലോ. 2 കാര്യം കൂടെ പറയാം. ഇതുകൂടെ ഗുണമാകട്ടെ. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ. വേർപാട് പറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതല്ല. പാപത്തോടും ലോകത്തോടും ലോക ഇമ്പങ്ങളോടും ലോകാഡംബരങ്ങളോടൊക്കെ വേർപാട് പാലിക്കണം. ഇനി ഞാനേ
പെന്തിക്കോസ് വെറുതെ ഇരിക്കുന്ന കുറെ അവന്മാരുണ്ട്, അത് മാത്രം കട്ട് ചെയ്തിട്ട് നിന്നെ അടിച്ച് നിന്റെ ഇത് നീ പെന്തിക്കോസുകാരാടാ പറയുന്നത്. പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് മറുഭാഷ പറയുന്നത് നിന്നോടാ ഇനി ഞാൻ പറയുന്നത്. ഇനി പറയുന്നത് നീ വേർപാട് പാലിക്കണം. എല്ലാത്തിനകത്തും ചെന്ന് തലയിടരുത്. മനസ്സിലായോ? നീ കൊടിയും പിടിച്ച് നടക്കരുത്. അതിന് വേറെ ആൾക്കാരുണ്ട്, അവർക്ക് ആരോഗ്യമുണ്ട്. നീ വേദപുസ്തകം പിടിച്ചോണ്ടാക്കണം. പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്തോണം. അത് ഇന്നവർക്ക് ചെയ്യണമെന്ന് ഞാൻ പറയത്തുമില്ല, എനിക്ക് അതിനുള്ള റൈറ്റുമില്ല. ഞാൻ അന്നേ കുറെ നാളായിട്ട് വോട്ട് ചെയ്യുന്നില്ല. അതിനാണ് ഇപ്പൊ ആ പേരൊന്നും അതിനകത്തില്ല. എന്നോട് ഒരാൾ പറഞ്ഞ് പേര് എനിക്ക് അറിയുന്ന നേരെ ഒന്നുമില്ല. അത് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് ചെയ്തു. പക്ഷേ തിരുമേശി എടുക്കുന്ന നീയെ അത് പിടിച്ചോണ്ട് നടക്കരുത്. നീ പിടിച്ചോണ്ട് നടക്കുന്നത് വേറെ പുസ്തകമായിരിക്കണം. അവന് പോയിരിക്കുക ബൂത്തില്. എന്തിനാണ് നീ ഞായറാഴ്ച ഇങ്ങനെ ചെങ്ങാടം തള്ളിക്കൊണ്ട് വരും പോലെ? വേർപാട് പാലിക്കണം നീ. എല്ലാത്തിനും ഞാൻ പെന്തിക്കോസുകാരുടെ പറഞ്ഞത്. നീ 28 കെട്ടിനൊന്നും പോകരുത് ചരട് മേടിച്ചോണ്ട്. അയ്യോ, എന്റെ അനിയത്തിയുടെ കൊച്ചുങ്ങൾ ഉണ്ടാകാതിരുന്ന ഒരു കൊച്ച് എന്തുവാ ഈ ചരട്. നീ ചരട് കെട്ടിക്കോ, നിന്റെ കാര്യത്തിൽ കുരുക്ക് വീടരുത്. 28 കെട്ടിനൊന്നും പെന്തിക്കോസുകാരോടാ പറയുന്നത്. പെന്തിക്കോസുകാരോടാ പറഞ്ഞേ. മറ്റുള്ളവരോട് പറയാൻ നമ്മൾ ആളല്ല, അതവരുടെ ആചാരവും അനുഷ്ഠാനവും. ഞാൻ തിരുമേശ എടുക്കുന്ന പെന്തിക്കോസുകാരോടാ പറയുന്നത്. നീ വേർപാട് പാലിക്കണം. 28 കെട്ടിനും മാമോദിസിക്കാരുടെ ആണ്ടിയാത്തത്തിനും അടിയന്തരത്തിനും അപ്പനും വല്യപ്പനും ചത്തപ്പം 40 ജീവിച്ചിരുന്ന പായക്ക് വെള്ളം കൊടുത്തില്ല. ചത്തു കഴിയുമ്പോ ഉണ്ണിയപ്പ അപ്പച്ചന്റെ പേരില്ലേ? അതിൽ ജീവിച്ചിരുന്നപ്പോ ഒരു വെള്ളം കൊടുക്കുവോ, ഒരു തുവാല കൊടുക്കുവോ, ഇച്ചിരി കഞ്ഞി കൊടുക്കുകയോ ചെയ്യാത്ത നീയെ ചത്തു കഴിയുമ്പോ മണ്ണ് കിട്ടിയോ? എടാ, ജീവിച്ചിരിക്കുമ്പോ ചെയ്യേണ്ടത് ചെയ്യണം. ജീവിച്ചിരിക്കുമ്പോ 4 അരി കൊടുത്താൽ കഞ്ഞി വെച്ച് കുടിക്കും. ജീവിച്ചിരിക്കുമ്പോ ഒരു അരിക്ക് ഉപകാരമില്ലാത്ത നീയെ ചത്തു കഴിയുമ്പോ താഴോട്ടിട്ട് ഇതെല്ലാം മാരി ഇടുക. എന്തിന്? ജീവിച്ചിരിക്കുമ്പോ ഒരു തോർത്ത് അമ്മയ്ക്ക് കൊടുക്ക്. അമ്മ, ഞാൻ മരണ വീട്ടിലൊക്കെ പറയും, അമ്മ മാറ മറയ്ക്കും. അപ്പന് കൊടുക്കും, തോളയിലിടും. ഇല്ലേ, നമ്മുടെ നാടൻ രീതിയാ തലയിൽ കെട്ടും. ജീവിച്ചിരിക്കുമ്പോ ഒരു തൂവാലയ്ക്ക് പോലും ഉപകാരമില്ലാത്ത നീയെ ചത്തു കഴിയുമ്പോ തന്തയുടെ നെഞ്ചത്ത് ശോശപ്പാ, നിന്റെ വീശപ്പാ. എന്തിനാ ജീവിച്ചിരിക്കുമ്പോ അയാൾക്ക് ഒരു തോർത്ത് കൊടുത്തിരുന്ന കുളിച്ചു തോർത്തുകയും ചെയ്യുമായിരുന്നു. ജീവിച്ചിരിക്കുമ്പോ കുറിയോണ്ടിന് പോലും ഉപകാരമില്ലാത്ത നീയെ തന്ത അത്ത് കിടക്കും. അത് പറയും, എന്റെ തുണി കിടന്ന അപ്പന്റെ നെഞ്ചത്ത്. എന്തിനാടാ? ജീവിച്ചിരിക്കുമ്പോ ചെയ്യേ. ജീവിച്ചിരിക്കുമ്പോ അപ്പന്റെ അമ്മയുടെ ഇടയ്ക്ക് ചെന്നാക്ക് അവളൊരു ഉമ്മ കൊടുക്ക്. ആ പ്രായമുള്ള അപ്പൻ, പ്രായമുള്ള അമ്മ, അത് 2 കൊല്ലം കൂടെ ജീവിച്ചിരിക്കും. ജീവിച്ചിരിക്കുമ്പോ അപ്പന്റെ അമ്മയുടെ ഒക്കെ പോകത്തില്ല, മിണ്ടത്തുമില്ല. ആ വഴിയെ പോയാൽ പോലും അവിടെ ആയിരിക്കുന്ന ഇങ്ങോട്ട് നോക്കിയാ വണ്ടി ഓടിക്കുന്നത്. എന്താ വെച്ചാൽ ചത്ത് കഴിയുമ്പോൾ വന്ന് മുതലക്കണ്ണീർ ഒടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉപദേശമാരും അച്ഛന്മാരും പറയും, ഇനിയിപ്പം അന്ത്യചുംബനത്തിന്റെ ഉടനെ വന്ന കവളയിൽ വെള്ളച്ചിലെല്ലാം കാണാൻ. ജീവിച്ചിരിക്കുമ്പോ ചെയ്യേ. നിങ്ങൾ ശരി കണ്ടിട്ടില്ലേ, മരിച്ചു കിടക്കുക, പഠിക്കമ്പ് പോലെ കിടക്കണേ മരുമകള്. ജീവിച്ചിരിക്കുമ്പോ ഈ തള്ള ചീത്ത പറഞ്ഞ തള്ളിയാ. ജീവിച്ചിരിക്കുമ്പോ ഈ മരിച്ചു തള്ള ചീത്ത പറഞ്ഞവളാ. എന്നിട്ട് വഴിക്കുമ്പോ കൊള്ളണം. ബാക്കി അവള് ബാഗിനകത്തും വെച്ചു. എന്തിനാ ഇതൊക്കെ? ജീവിച്ചിരിക്കുമ്പോ ചെയ്യേണ്ടത് ചെയ്യണം. പ്രധാനമായിട്ട് ജീവിച്ചിരിക്കുമ്പോ ചെയ്യേണ്ടത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിനാ നിനക്ക് ആയുസ് ദൈവം തന്നേക്കുന്നത്. കർക്കശമായി വേർപാട് പാലിക്കണം. 28 കെട്ടിനും മാമോദിസയ്ക്കും ആണ്ടിയാത്തത്തിനും അടിയന്തരത്തിനും ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറി ഇതൊന്നും ആഘോഷിക്കരുത്. വേണം പ്രാർത്ഥിക്കേ. കല്യാണത്തിനൊക്കെ ഭയങ്കര എന്തോ മേളമാ. സ്തോത്രം, ഭയങ്കര മേളമാ.
ഒന്ന് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വാക്യം വായിച്ചങ്ങ് നിർത്താം, അതായിരിക്കും നല്ലതല്ലേ. പോയാൽ നിങ്ങളും ഇരിക്കും, എന്നാലും നിങ്ങൾ പറയുമ്പോൾ പറയും കല്ലേലും അങ്ങനാന്ന് പറയും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 14 മുതൽ വായിച്ചങ്ങ് വിട്ടോ. ജെൻസോയെ ഞാൻ കണ്ടു പോകരുത്, അവിടെ നിൽക്കണം. വായിച്ചോ ഇത് വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 14 മുതൽ താഴോട്ടുള്ള വാക്യം വായിര്. മൈക്ക് കൊടുക്കും മോനെ, നിന്റെ ഈ ബൈബിളിൽ അവിശ്വാസികളോട് അല്ല, ഞാൻ പുള്ളിക്ക് അവസരം കൊടുക്കട്ടെ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലായ്മ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. എന്നാ ചേർച്ചയാ? പിന്നെ വെളിച്ചത്തിനും ഇരുളോട് എന്തൊരു കൂട്ടായ്മ. പിന്നെ ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. അല്ല വിശ്വാസികൾക്ക് അവിശ്വാസിയുമായി എന്തോ ഓഹരി. അടുത്തത് ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം അതിനെ വിഴുങ്ങി വായിച്ചത്, വൃത്തിയായിട്ട് വായിച്ചത്. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്താ യോഗ്യത? പണ്ടൊരുത്തം വായിച്ചു കൊടുത്തു, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. അവൻ പ്രസംഗിച്ച പുള്ളിക്കും വലിയ തിട്ടമില്ല. പുള്ളിയും പറഞ്ഞു എന്തോ ഒരു യോഗ്യത. എങ്ങനെയുണ്ട്? സ്വരത്തിൽ അർത്ഥമുണ്ടേ. ഇതെല്ലാം വേർപാടിനെ കാണിക്കുന്നത്. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. പിന്നെ ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. ദൈവം പറയുക ജനവുമായിരിക്കും അടുത്തത് എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അടുത്തത് അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്നും പുറപ്പെട്ട് ഞാൻ ദൈവദാസന്മാരോട് പറയാം, സഭയിൽ കർക്കശമായി വേർപാടിന്റെ ഉപദേശം പറയണം. ഇരിക്കുന്നവൻ ഇരുന്നാ മതി എന്ന്. ഇത് ഇഷ്ടമുള്ളവര് പിന്നെ ഇല്ല, കമ്പത്തിൽ നിന്ന് കാളെ അടിച്ചോണ്ട് വരുമ്പോൾ ഇതിനെല്ലാം കൂടെ കയറ്റി നമ്മളും കിടന്ന് തുള്ളുക. അതിന് കുപ്പിക്കകത്ത് വെള്ളം വെച്ചിരിക്കുക, തുള്ളുക കുടിക്കുക. നമുക്കിനി അടുത്ത 3 വണ്ടിലൂടെ ഇറക്കണമെന്ന്. എന്നതിന് വേർപാട് പാലിക്കണം. എല്ലാ കാര്യത്തിലും മനസ്സിലാകുന്നുണ്ടോ വല്ലോ? ഇതാ സുവിശേഷം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമ്മളിതെല്ലാം പറയുമ്പോൾ ചെല്ല് പറഞ്ഞോ അയാൾക്ക് വിവരമില്ലെന്ന്. ഞാനിത് കാര്യമല്ലേ പറഞ്ഞേ? ഇത് കാര്യമാണ്, വേറെ പുസ്തകത്തിലെ കാര്യമാണ്. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ വേർപാടുണ്ട്. കർക്കശമായി വേർപാട് പാലിക്കണം. അതിന് ഇന്ന് രാത്രി ദൈവം, ഒന്നും പറയുന്നില്ല, ഇനിയൊന്നും പറയുന്നില്ല, നേരമില്ലാത്തത് കൊണ്ടാണ്. ഞാനെല്ലാം ഇങ്ങനെ കരുതി കൂട്ടിയാ വന്നത്. വായിച്ച കുർവാക്യത്തിൽ നിന്ന് അടിസ്ഥാനപ്പെട്ട് ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ഇന്ന് അത് മതി. ഒറ്റ കാര്യം പറയാം. ആ വായിച്ച കുർവാക്യം ഒന്ന് വായിച്ചേ. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ആവശ്യമുള്ളതിനെ ദൈവം പുറത്തെടുക്കും. ഇതിനെ അകത്ത് വെച്ച് പൂട്ടി വെച്ചാലും സമയമാകുമ്പോൾ ദൈവം നിന്നെ പുറത്തിറക്കും. അതിന് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ടെങ്കിലും ഒരു സംഭവം പറഞ്ഞ് അങ്ങ് നിർത്താം. ഇന്ന് അത് മതി. എന്നാലും ഇത്രയും സമയം എന്നെ കേട്ടിരുന്നല്ലോ, വലിയ കാര്യം. എന്നെ കേട്ടിരുന്നല്ലോ, വലിയ കാര്യം. ദൈവത്തിന്റെ മഹത്വം. ഒരു സംഭവം പുറത്തിറക്കുന്ന ദൈവം. നിങ്ങള് ആ എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ച്. എസ്ര 1:7. ഒത്തിരി ഉണ്ട് പറയാൻ, ഒരു കാര്യം പറയാം. വായിക്കും. യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരേശ് രാജാവ് പുറത്തേക്ക് അടുപ്പിച്ചു. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരേശ് രാജാവ് പുറത്തേക്ക് അടുപ്പിച്ചു. മുഴുവൻ പുറത്തടിപ്പിച്ചു. തനിക്കുള്ളവയെ പുറത്തിറക്കുന്ന ദൈവം. ഈ വിഷയം നിന്ന് പ്രസംഗിക്കണമെങ്കിൽ
അതിനുള്ള തത്തുല്യമായ പാട്ടും ഉദാഹരണവും ഒക്കെ ചേർത്ത് ഒരു 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ പ്രസംഗിക്കാം. പക്ഷേ 2 മിനിറ്റ് കൊണ്ടും പറയാം. ഇതിന്റെ പശ്ചാത്തല ഭാഗം ദൈവത്തിന്റെ ജനമാകുന്ന യഹൂദ ജനം ദൈവത്തോട് പാപം ചെയ്തു, ദൈവ വഴി വിട്ടു നടന്നു. എല്ലാം എടുക്കാൻ നേരമില്ല. അതുകൊണ്ട് ദൈവം ഇവരെ ശത്രുക്കളുടെ കയ്യിൽ കൊടുത്തു. ഇവര് പ്രധാനമായിട്ട് കൊടുക്കാൻ കാര്യം ഇവര് ശബത്തിനെ അശുദ്ധമാക്കി. യഹൂദനോട് ബന്ധപ്പെട്ട ചുരുക്കി പറഞ്ഞാൽ ശത്രുവിന്റെ കയ്യിൽ കൊടുത്തു. ഇവര് ദൈവപ്രമാണം ലംഘിച്ചു. കണ്ട പച്ചമരത്തിന്റെ കീഴിലെല്ലാം ബിംബസ്തംഭവും നാട്ടി കുഞ്ഞുങ്ങളെ അഗ്നി പ്രവേശനം ചെയ്യിപ്പിച്ച് ബാലിനും ഹരിക്കും അതൊക്കെ ബലി കഴിച്ച് ദൈവപ്രമാണം ലംഘിച്ചു. ആലയത്തെ അശുദ്ധമാക്കി. 25 പുരുഷന്മാരും മുതുക് തിരിച്ച് കിഴക്കോട്ട് നോക്കി സൂര്യനെ. നമ്മൾ ചിലരോട് പറയേ വേവിച്ചാ പ്രാർത്ഥിച്ചാട്ട് ഉദ്ദേശിച്ചു. വായിക്കുന്നവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ ആരാധിക്കുക. പിന്നെ സ്ത്രീകളെല്ലാം കൂടെ ചെന്ന് തമ്മൂസിനെ കുറിച്ച് മാടത്തടിച്ച് കരഞ്ഞു. എന്റെ തമ്മൂസ്. അതാ ഡിസംബർ 25. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ അന്നേരം നക്ഷത്രം എല്ലാം തൂക്കി വെച്ച് ഉണ്ണി പിറന്നേ തമ്മൂസ ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചക ഇവന് കാണിക്കുന്ന മ്ലേച്ഛത കണ്ടോ? ഇല്ല. നോക്ക്. കണ്ടു. എന്തുവാ? ചുള്ളി കൊണ്ടുവന്ന് മൂക്കത്ത് തൊടിയിരിക്കുന്ന ചുള്ളി. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? അതെ അതെ. വായിച്ചേ. അച്ഛനെടുത്തല്ലോ, വായിച്ചേ. ചുള്ളി മൂക്കിന് തൊടിവെക്കുന്നത്. ചുള്ളി 17 കൊണ്ട് വായിക്കാം. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നു യഹൂദ ഗൃഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ പോരാടിയോ? നിങ്ങൾ കാണിക്കുന്ന കാട്ടായം നിങ്ങൾ കണ്ടോ? അവർ എന്നെ അധികം കോപിപ്പാൻ ദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നത് കണ്ടില്ലേ? അവർ ചുള്ളി കൊണ്ടുവന്ന് മൂക്കിന് തൊടിവെക്കുന്നു. ചുള്ളി പറയുമ്പേ ഇപ്പൊ പിന്നെ അങ്ങനല്ല, ഇങ്ങനെ കഞ്ചാവ് ഇങ്ങനെ വെച്ചത്. ഇപ്പൊ ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ചുള്ളി കൊണ്ടുവന്ന് മൂക്കിനോട് വെക്കുന്നു. മാത്രമല്ലോ രഹസ്യ അറകളിൽ കൊണ്ട് പ്രതിഷ്ഠ നടത്തി. എല്ലാം വിവരിക്കുന്നില്ല. ഇങ്ങനൊക്കെ ദൈവപ്രമാണം ലംഘിച്ചപ്പോ തമ്പുരാൻ നെബൂഖദ്നേസറിനെ ഇളക്കി. നെബൂഖദ്നേസറിനോട് പറഞ്ഞു, നീ പെട്ടെന്ന് യെരൂശലേമിലോട്ട് ചെല്ലണം. അതെന്തിനാ? അടിച്ചു തൂത്തു കൊണ്ടുപോകാൻ പറഞ്ഞു. പാടി പ്രസംഗിക്കേണ്ടതാ. ഒരു 5 മിനിറ്റ് കൊണ്ട് എടുക്കട്ടെ. BC 606 ഇളക്കിഞ്ഞു കൊണ്ടുവന്നു. സിംഹപ്രതാപിയാം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തിതൻ പൊൻചിതൻ BC 606 സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിന 5-ാം രാജിതം ഉണ്ടാമേ. പരമഞ്ചാം രാജിതം ഉണ്ടാമേ. സിംഹപ്രതാപിയാം ബാബിലോൺ രാജൻ, ഞാൻ നിൽക്കുന്ന നാളെ, സിംഹപ്രതാപിയാം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തിത പൊൻചിതൻ സായോൻ. സിംഹപ്രതാപിയാം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തിത പൊൻചിതൻ സായോൻ. BC 606 സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിന 5-ാം രാജിതം ഉണ്ടാവേ. നേരമില്ല. അവൻ നെബൂഖദ്നേസറിനെ ദൈവം ഇളക്കി. ബാബേലിൽ നിന്ന് യെരൂശലേമിൽ കൊണ്ടുവന്ന് ഇവനെ എല്ലാം തുപ്പടെ അടിച്ചങ്ങ് കൊണ്ടുപോയി. പിന്നെ ഞാൻ തുപ്പടെന്ന് പറയുന്നില്ല, ശാശാന്നേലും എല്ലാവരെയും കൊണ്ടുപോയില്ല. ഷാജിന് പോലും വേണ്ടാത്ത ആൾക്കാരുണ്ട്. ഉണ്ടെന്ന് പിന്നെ കൈയടിക്കാതെ പാടുകയല്ല, പ്രാർത്ഥിക്കാതെ സ്വോത്രം വരെ എന്നാ സ്വോത്ര കാഴ്ച ഇടുവോ? അതുമില്ല. നെബൂഖദ്നേസർ വന്ന് എല്ലാരെയും കൊണ്ടുപോയില്ല. ഒരു വാക്യം വായില് 24:14 രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24:14 പെട്ടെന്ന് വായിച്ചു. പെട്ടെന്ന്
എല്ലാ യെരൂശലേമ്യരും സകല പ്രഭുക്കന്മാരും പരാക്രമശാലികളുമായ 10,000 പേരും എല്ലാ ആശാരിമാരെയും എല്ലാ കൊല്ലന്മാരെയും അവൻ ബദ്ധരാക്കി അവരെല്ലാം കൊണ്ടുപോയി. യെരൂശലേമിലെയും പരാക്രമശാലികളും പ്രഭുക്കന്മാരുമായ 10,000 ആശാരി കൊല്ലൻ ഇവനെല്ലാം കൊണ്ടുപോയി. അടുത്ത പദം കൊണ്ടുപോയി. കൊണ്ടുപോകട്ടെ. അടുത്ത വായില് ദേശത്ത് എളിയ ജനം മാത്രമല്ലാതെ ആരും ദേശത്ത് എളിയ ജനം മാത്രമല്ലാതെ ആരും അവരെ കൊണ്ടുപോയില്ല. ആശാരിയെ കൊണ്ടുപോയി, കൊല്ലനെ കൊണ്ടുപോയി, യെരൂശലേമിനെ കൊണ്ടുപോയി. എളിയ ജനത്തെ അതാണ് ഞാൻ പറഞ്ഞപ്പോ യായിന് പോലും വേണ്ടാത്തവനുണ്ടെന്ന്. പണ്ട് കണത്തങ്കര എടുത്ത കിടന്നുറങ്ങിയപ്പോൾ യാജി വന്ന് താഴെ കിടക്കടാന്ന് പറഞ്ഞു. നീ എങ്ങനെ താഴോട്ട് പോയാൽ പറ ഞാനാണ് നിങ്ങളുടെ ഭാഷ വന്ന് പിന്നെ ഫലസിക്കുന്നു ഞാൻ വെറുതെ താഴെ കിടക്കടാന്ന്. കാരണം ഇവനെ തെള്ളി ഇട്ടിട്ടും വലിയ കാര്യമൊന്നും. ചുരുക്കി പറഞ്ഞാൽ രാജാവ് യെരൂശലേമിൽ വന്ന് സകലത്തിനെ പിടിച്ചുകൊണ്ടുപോയ കൂട്ടത്തിൽ ദൈവാലയം വക ഉപകരണങ്ങളും കൊണ്ടുപോയി, ദൈവാലയം വക പാത്രങ്ങളും കൊണ്ടുപോയി. ഇവൻ പാത്രമെല്ലാം കൂടെ എടുത്തേച്ച് വിവരിക്കാൻ നേരമില്ല. ശിനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരഗൃഹത്തിൽ കൊണ്ടുവന്ന് അവിടെ എല്ലാം കൂടെ കൊണ്ട് ഒപ്പിച്ചേച്ച് പൂട്ടി. ഇത് ദൈവം വിശുദ്ധീകരിച്ച പാത്രമാ, ദൈവത്തിന്റെ പാത്രമാ. ഇതിനെ എടുത്ത് അവൻ ദേവന്റെ ക്ഷേത്രത്തിൽ പൂട്ടിവെച്ചു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കോരേശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. ഉണർത്താനൊക്കെ കാര്യമുണ്ട്. ആദ്യം 5 എടുക്കണം. ബേൽശസ്സറിന് ഇളക്കം കയറി 1000 മഹത്തുക്കൾക്ക് വിരുന്ന്. ഉടനെ പറഞ്ഞു മദ്യം വേണം, മദിരാശി വേണം, വെപ്പാട്ട് വേണം, എല്ലാരും വേണം. വേണം വേണം. ശിങ്കിടികൾ പറഞ്ഞു വേണം പ്രഭു. അപ്പൊ പ്രഭു ഞങ്ങൾ ഇളകി. ഉടനെ പറഞ്ഞു ജോണി വാക്കറോ പ്രഭു. ഉടനെ പറഞ്ഞു അമ്മ ജോണി വാക്കർ നിൽക്കട്ടെ. പണ്ടൊക്കെ പേര് വേറെയാ, പോസ്റ്റേ കയറി. പിന്നെതാ അറിയാവുന്ന പറ. ഉണ്ട്, മാക്കുണ്ട്, കല്ലേമുട്ടിയുണ്ട്. കല്ലേമുട്ടി പിന്നെ ഏതാ? അപ്പൊ പ്രഭു നമുക്ക് അടിക്കണമെന്ന് 1000 മഹത്തുക്കൾക്ക്. അപ്പം അടിക്കാനായിട്ട് എല്ലാം കൂടെ ചട്ടവട്ടം കൂട്ടി. എന്തിനാ കൂട്ടിയപ്പം ആൾക്കാർ ചൂതപ്പിച്ചു കൊടുത്തു. പിന്നെ അപ്പച്ചൻ പണ്ട് യെരൂശലേമിൽ നിന്ന് കൊണ്ടുവന്ന പൊൻപള്ളി പാത്രം ഇരിപ്പുണ്ട്. ആ പാത്രത്തിനകത്ത് വേണം ഇതങ്ങോട്ട്. സദൃശവാക്യത്തിലുണ്ട് പാത്രത്തിൽ ഒഴിക്കുന്നതും അത് ചുമന്നിരിക്കുന്നതും നീ കാണരുത് കുഞ്ഞോഞ്ഞേ. അടിച്ചങ്ങോട്ട് ഒഴിച്ചു. ഉടനെ പറഞ്ഞു നമുക്ക് ദേവന്മാരെ എല്ലാം ഒന്ന് വണങ്ങുകയും ചെയ്യണം. അടിച്ച് കിറിഞ്ഞ്. അപ്പം ഏതാണ്ട് ഈ ബാബിലോൺ കോട്ടയ്ക്ക് എല്ലാം വിവരിക്കാൻ നേരമില്ല. 100 ഗേറ്റ് ഉണ്ടെന്ന. അതിൽ പ്രധാന ഗേറ്റ് 4 പിന്നെ ചുറ്റോട് ചുറ്റും വാതില് 100 വാതിലോടെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഇത് ഈ 100 വാതിൽ ഒരു വാതിലേ തുറക്കുകയുള്ളൂ, ഇല്ലെ ശത്രുക്കൾ കയറും. ഒരു ദിവസം ഒരു വാതിൽ തുറക്കാം. അത് രഹസ്യമാണ്, അകത്തുള്ളവർക്കേ അറിയൂ. അത് സമയമാകുമ്പോ അടയ്ക്കുകയും ചെയ്യും. പക്ഷെ അന്ന് ഇത് അടിക്കാൻ നേരത്ത് മുഴുവൻ വാതിലും അങ്ങ് തുറന്നു. 44ന്റെ 27 കതകുകൾ മൊത്തം തുറന്ന. എനിക്ക് ചരിത്രത്തിലോട്ട് പോയി പ്രസംഗിച്ചാൽ കൊള്ളാന്നുണ്ട്. യശയാവിടുത്തെ 44ന്റെ നിന്റെ നദികളെ ഞാൻ വെട്ടിട്ട് കളയുമെന്ന്. ഇതിന് ചുറ്റും കിണങ്ങ. സമുദ്രത്തിലെ വെള്ളം കയറ്റിയിട്ട് കിണങ്ങിനകത്ത് മുതല, ചീങ്കണ്ണി. തമ്പുരാനത് വറ്റിക്കുമെന്നായിട്ടത് വറ്റിച്ചു. നദികളെ ഞാൻ വറ്റിച്ചു കളയുമെന്ന് കൽപ്പിക്കുന്നു. കോരേശന്റെ ഇടയൻ അവന്റെ ഹിതമൊക്കെ നിവർത്തിക്കും. എന്നിട്ട് 45 കൂടെ ചേർത്ത് പിന്നെ വായിച്ചു. യഹോവയുടെ അഭിഷിക്തനായ കോരേശനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവന് ജാതികളെ കീഴടക്കി അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും 100 വാതിലും അന്ന് രാത്രി തുറന്നു. കാരണം ഇതങ്ങോട്ട് അടിച്ചു കഴിഞ്ഞപ്പം വഴിയാണ് വാതിലാണ് ഒറ്റ ഒരുത്തനും ചെന്നപ്പം മറ്റേ കല്ലേമുട്ടിയോ കല്ലേമുട്ടി ചെന്നപ്പം കഥ ഏതാ കട്ടട ഏതാന്ന് ഒറ്റ ഒരുത്തൻ അറിയാൻ മേല. അപ്പൊ രാജാവ് പുള്ളി ഇങ്ങനെ അടിച്ച് കീറിങ്ങിയിരിക്കുക. രാജൻ അപ്പം പുള്ളി ഒരു വാതിലാ ഒരു ദിവസം തുറക്കുന്നേ.
അന്ന് മുഴുവൻ മാതൃകന്മാർ ഇത് എന്ന് കഴിയുമ്പോൾ മാതലേതാ കഥ കല്ലേമുട്ടിയല്ല കഥ അടിച്ച് കിറങ്ങി. അപ്പം ആരാണ്ട് ചോദിച്ചു, രാജാവ് ചോദിച്ചു പ്രജകളോട്, വാതിലടച്ചു വന്നു. ഉടനെ അവൻ പറയാ, അളിയ അടച്ചളിയാന്ന്. ഇത് അകത്തോട്ട് ചെന്ന അപ്പനേതാ അളിയനേതാണെന്നും അങ്ങനെ അറിയത്തില്ല, മനസ്സിലായില്ല. നേരത്തെ ഇവൻ രാജാവിന്റെ ചെന്ന് പ്രഭോ അങ്ങനെ നിന്നവൻ ഇത് എന്നാ പറയാ, അളിയ അടച്ചളിയ അടച്ചളിയാന്ന് പറഞ്ഞ് ഇവനെല്ലാം ഇവിടെ അടിച്ച് കിറിഞ്ഞു കഴിഞ്ഞപ്പോ തമ്പുരാൻ സ്തോത്രം കോശിനെ ഇങ്ങോട്ട് കയറ്റി വിട്ടു. കേറി ഇങ്ങോട്ട് വന്ന് സകല വാതിലും തുറന്നിട്ട്, എന്തിനറിയാമോ ഇത് തുറന്നിട്ടതിന്റെ ഉദ്ദേശം ഇവന്റെ വല്യപ്പൻ പൂട്ടിവെച്ച പാത്രമെല്ലാം വെളിയിലിറക്കണം. ഇവന്റെ വല്യപ്പൻ അവൻ ദേവന്റെ ക്ഷേത്രത്തിനകത്ത് ബന്ധിച്ചു വെച്ച പാത്രങ്ങളെ മുഴുവൻ ദൈവം പുറത്തിറക്കാം. ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമുള്ളതിന് ദൈവം പുറത്തിറക്കും. ആര് ബന്ധിച്ചാലും, ആര് ഒതുക്കി വെച്ചാലും, ആര് തടഞ്ഞു വെച്ചാലും, ആര് തടുത്തു വെച്ചാലും ഇന്ന് രാത്രി ഞാന് എന്റെ വാക്ക് നിർത്തുക. ഒത്തിരി പറയാനുണ്ട്. എങ്കിലും നിങ്ങൾ ഇതുവരെ കേട്ടിരുന്നല്ലോ. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കുക. ദൈവം നിന്നെ വിടുവിക്കും. ഈ ദേശത്തെ ദൈവം വിടുവിക്കും. നിന്റെ കുടുംബത്തെ ദൈവം വിടുവിക്കും. ദൈവത്തിന് ആവശ്യമുള്ളതിന് ദൈവം പുറത്തിറക്കും. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കാട്ടെ. പഴയ പാട്ടിന്റെ 2 ചരണം പാടിയാ മതി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയത്തില്ല, ഇരുന്നുകൊണ്ട് പാടിയാ മതി. എഴുന്നേറ്റ് നിന്ന് പാടാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോകും, ഇരുന്നുകൊണ്ട് അടിയാ മതി. അപ്പം ഒടുവിൽ എഴുന്നേൽപ്പിക്കാം. 2 ശീലം. അപ്പം ഇപ്പൊ അത്യാവശ്യം പോകേണ്ട ഒരു പൊക്കോ എനിക്കൊന്ന് കാണുകയും ചെയ്യാം. ആരാണ് അപ്പം 2 ശീലം പാടി വെച്ച് നമുക്ക് അങ്ങ് പിരിയാം. കർത്താവ് അനുവദിച്ചാൽ പിന്നെ എന്തേലും കൂടാ. ദൈവം ഇനി എനിക്ക് കുമളിയിലെ പുറ്റടിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് നേരം കിട്ടുക സമയമുണ്ട്. അന്നേരം ഹൈറേഞ്ചില്ലേ അവിടെ കൂടാ. ദൈവത്തിന്റെ മകത്ത് 2 ശീലം. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്ക് ഇതുവരെ എന്റെ കേട്ട എല്ലാ പിതാക്കന്മാർക്കും മാതാക്കൾക്കും കർത്തദാസന്മാർക്കും വിശേഷിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്കുമല്ല നന്ദി. 1 മിനിറ്റ് എഴുന്നേറ്റ് എനിക്ക് ഇറങ്ങി പോകരുത്, പെട്ടെന്ന് വിടാം. 1 മിനിറ്റ് ഇത്രയും സഹകരിച്ചതല്ലേ. ഒക്കുന്നെങ്കിൽ ആ കരങ്ങളൊന്ന് വീശി, കരങ്ങളൊന്ന് തുവാല ഉണ്ടെങ്കിൽ ഉപദേശമൊന്നുമല്ല, തുവാല ഉണ്ടോ എന്ന് കറങ്ങിക്കോ, ഷാളുമൊക്കെ ഒന്ന് കറങ്ങിക്കോ. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്ക നമ്മളെ ഒരിക്കൽ കൂടെ